السلام عليكم ورحمة الله وبركاته. الحمد لله الذي علم بالقلم علم الإنسان ما لم يعلم. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين ولن يؤخر الله نفسا إذا جاء أجلها والله خبير بما تعملون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, ജഗനിയന്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് റബ്ബിനേറെ പ്രിയപ്പെട്ട രൂപത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് ആത്മാർത്ഥമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറെ മാറ്റങ്ങൾക്കും പരിവർത്തനങ്ങൾക്കും എല്ലാം കാരണമാകേണ്ട ഏറ്റവും വലിയ ഉപദേശത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിന്റെ മോതിരത്തിൽ പോലും കൊത്തിവെച്ച വാചകമാണ്, കഫാ ബിൽ മൗതി വാഇലൻ. ഉപദേശകനായിട്ട് മരണം തന്നെ ധാരാളമാണ്. നമ്മുടെ കൂടെ നടന്നവരും കൂട്ടുകൂടിയവരും ഒരുമിച്ച് കളിച്ചവരും എല്ലാം മറന്ന് ചിരിച്ചവരും മൂന്നുപടി മണ്ണിട്ട് പോകുന്ന ഒരു യാത്ര, അത് നമ്മൾക്ക് എല്ലാവർക്കും കടന്നു വരാനുള്ള ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പല ആളുകളും മരണപ്പെട്ടു പോയി. അവരൊക്കെ ഇന്ന് ഇവിടെയാണ്. അവരും നമ്മളും തമ്മിലൊക്കെയുള്ള വ്യത്യാസം എന്താണ്? അവര് മണ്ണിന്റെ താഴെയാണ്, നമ്മൾ മണ്ണിന്റെ മുകളിലാണ്. അവരവസരങ്ങളൊക്കെയും തീർന്നുപോയി, നമ്മുടെ അവസരങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. ഒരു കഥയുണ്ട്. പള്ളിക്കാടിനരികിലാണ് എൻ്റെ വീട്. ദിവസവും പല ഖബറുകൾ അവിടേക്ക് വരും. വൃദ്ധരുടേതും കുട്ടികളുടേതും പണക്കാരൻ്റെതും പണിക്കാരൻ്റെതും. മൈലാഞ്ചി ചെടികൾക്കരികിലേക്ക് ഒരു പുതിയ ഖബറു കൂടി വന്നു. ആ ഖബറു കാണാൻ ഞാൻ മാത്രമില്ലായിരുന്നു. നമ്മൾ പല ഖബറുകൾക്കരികിലൂടെയും നടന്നു പോകുന്ന ആളുകളാണ്. നാളെ നമ്മുടെ ഖബറുകൾക്കരികിലൂടെ മറ്റുള്ളവർ നടന്നു പോകുന്നൊരു ദിനം അത് വിദൂരമല്ല. അതെന്നാണ്, എപ്പോഴാണ്, എവിടെ വെച്ചാണ് എന്നൊന്നും നമ്മൾക്കറിയില്ല. എന്നായാലും എവിടെ വെച്ചാണെങ്കിലും എപ്പോഴാണെങ്കിലും സംഭവിക്കുക തന്നെ ചെയ്യും. ശരി, പക്ഷെ നമ്മളോട് പറഞ്ഞ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഒരാൾക്കൂട്ടം കണ്ട് റസൂൽ ചോദിച്ചു, എന്താണത്? റസൂലേ, ഒരാളെ ഖബറടക്കുകയാണ്. ഇസ്തഈദു ലിയൗമിക്കും ഹാദാ, ഈ ദിവസത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറായിക്കൊള്ളുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. എല്ലാവരും മരിക്കും. ജനിച്ച നമ്മളൊക്കെയും മരിക്കാനുള്ളവരുമാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ നമ്മളൊക്കെയും ജീവിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യം വളരെ പച്ചയായി നമ്മളോട് ചോദിക്കേണ്ടവരുമാണ്. ഒരു നാൽക്കാലി ചത്തുപോകുന്ന പോലെ ലോകത്തുനിന്ന് മരണപ്പെട്ടു പോകേണ്ട ആളുകളല്ല നമ്മൾ. അങ്ങനെ മരണപ്പെട്ടു പോവുകയും അരുത്. നമ്മുടെ ജീവിതം കൊണ്ട് അടയാളങ്ങൾ ബാക്കിയാക്കാതെ നാളെ മരണപ്പെട്ട് ഇപ്പൊ 2024
ഒരു 100 വർഷം കൂടി കഴിഞ്ഞാൽ 2124 അന്നീ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഒന്നും ഈ ലോകത്ത് ഉണ്ടാവില്ല. ഇപ്പോൾ ഈ ഭൂമി ലോകത്ത് ആരൊക്കെ ഉണ്ടോ അവരൊന്നും ചിലപ്പോൾ അന്ന് ഉണ്ടാവണമെന്നില്ല. അന്ന് നമ്മൾ എവിടെയാണ് ചോദ്യങ്ങൾക്ക് ചിലപ്പോൾ നമ്മളന്ന് ഖബറിലായിരിക്കും, ലോകം അവസാനിച്ചിട്ടില്ലെങ്കിൽ. എങ്കിൽ അവിടെ നമ്മൾക്ക് എന്താണ് കൂട്ടിനുണ്ടാവുക? നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മുടെ കുട്ടി അന്ന് ഉണ്ടാവില്ല ലോകത്ത്. നമ്മുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയിൽ ആ സമയത്ത് നമ്മൾ ഉണ്ടാവില്ല. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ, പ്രിയതമന്റെ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനയിലും നമ്മൾ ഉണ്ടാവില്ല. അവിടെ ആരുമില്ല. പിന്നെയും നമ്മൾക്ക് അവിടെ ബാക്കിയാകേണ്ടത് നമ്മുടെ കർമ്മങ്ങളാണ്. നമ്മുടെ കർമ്മങ്ങൾ. റസൂലിന്റെ അരികിലേക്ക് ഒരു സ്വഹാബി വന്നു. റസൂലേ, മൻ ഖൈറു റിജാൽ, ആരാണ് ജനങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യൻ? റസൂൽ കൊടുത്ത മറുപടി, മൻ തോല ഉംറുഹു വഹസുന അമലുഹു, ആർക്കാണോ ദുനിയാവിൽ കുറേ കാലം ജീവിക്കാൻ അവസരം കിട്ടിയത്, ആ അവസരങ്ങളൊക്കെയും നന്മ ചെയ്ത മനുഷ്യനാണ് ഏറ്റവും നല്ല മനുഷ്യൻ. റസൂലേ, ആരാണ് ഏറ്റവും മോശപ്പെട്ടവൻ? മൻ ശർറു റിജാൽ, ജനങ്ങളിലെ ഏറ്റവും അധംപതിച്ചവൻ ആരാ? മൻ തോല ഉംറുഹു വസാഅ അമലുഹു, ആർക്കാണോ ഒരുപാട് കാലം ജീവിക്കാൻ അവസരം കിട്ടിയത്, ആ ജീവിതം മുഴുവനും തിന്മയതോനാണ്. ഒരു സാങ്കല്പിക കഥയാണ്. മരണത്തിന്റെ മാലാഖയുമായിട്ട് ഒരാളിങ്ങനെ സൗഹൃദം സ്ഥാപിച്ചു. ആ അടുപ്പത്തിന്റെ ബലത്തിൽ അയാൾ മാലാഖയോട് പറഞ്ഞു, എന്നെ മരിപ്പിക്കാൻ വരുന്നതിന്റെ മുൻപ് എനിക്കൊരു മുന്നറിയിപ്പുകാരനെ പറഞ്ഞേക്കണം, എനിക്കൊന്ന് ഒരുങ്ങാൻ വേണ്ടിയിട്ടാണ്. മാലാഖ പറഞ്ഞു, ശരി, അങ്ങനെ ചെയ്യാം. കാലങ്ങൾ കുറെ കടന്നുപോയി. ഇയാളുടെ റൂഹിനെ കൊണ്ടുപോകാൻ മാലാഖ വന്നു. ഇയാൾ ആകെ പരിഭ്രമിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനും നീയും തമ്മിലൊരു കരാറുണ്ടായിരുന്നല്ലോ, എനിക്കുള്ള മുന്നറിയിപ്പുകാരൻ എവിടെ? നീ അയക്കാമെന്ന് പറഞ്ഞതല്ലേ? മാലാഖ തിരിച്ചു ചോദിച്ചു, ഞാൻ നിന്നെ കണ്ടുമുട്ടുന്ന സമയത്ത് നിന്റെ തലമുടി കറുത്തതല്ലായിരുന്നു, നിന്റെ തൊലി ഉറച്ചതല്ലായിരുന്നു, നിന്റെ കണ്ണുകൾ നല്ല മൂർച്ചയുള്ള കാഴ്ചയേറിയ കണ്ണുകളല്ലായിരുന്നു, നിന്റെ കേൾവി ദൃഢമല്ലായിരുന്നു, നിന്റെ തൊലി ഉറച്ചതല്ലേ, നിന്റെ പല്ലുകൾ നല്ല ദൃഢമായ കട്ടിയുള്ള പല്ലുകളല്ലായിരുന്നു. ഇപ്പൊ നിന്റെ തലമുടിയൊക്കെയും നരച്ചു പോയില്ലേ, കൊഴിഞ്ഞു പോയില്ലേ, നിന്റെ കാൽമുട്ടുകൾക്ക് വേദന വന്നില്ലേ, നിന്റെ തൊലി ചുക്കിച്ചുളിഞ്ഞില്ലേ, നിന്റെ പല്ലുകൾ കൊഴിഞ്ഞു പോയില്ലേ, നിന്റെ കാഴ്ച മങ്ങിപ്പോയില്ലേ, നിന്റെ കേൾവി കുറഞ്ഞു പോയില്ലേ? നീ എന്നോട് ആവശ്യപ്പെട്ടത് ഒരൊറ്റ മുന്നറിയിപ്പുകാരനെ മാത്രല്ലേ? ഞാൻ ഇത്രയേറെ മുന്നറിയിപ്പുകാരൻ നിനക്ക് വേണ്ടി പറഞ്ഞയച്ചിട്ടും നീ ഒരുങ്ങിയിട്ടില്ല എന്നാണോ പറയുന്നത്? ഇതൊരു ചെറിയ കഥയാണ്, പക്ഷെ ഈ കഥ നമ്മൾക്ക് നൽകുന്നൊരു പാഠം, അത് ജീവിതത്തിന്റെ യാഥാർത്ഥ്യം. നാളെ മരണത്തെ കണ്ടുമുട്ടുന്ന സമയം മനുഷ്യർ പറയുന്ന വാചകം, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, അല്ലാഹുവേ എനിക്കൊരു അല്പസമയം നീട്ടിത്തരോ? എന്തിനാണ് ആ നീട്ടിത്തരാനുള്ള ആവശ്യപ്പെടലുകൾ? ഞാൻ മുമ്പിലിങ്ങനെ പണി കഴിയാത്തൊരു വീടുണ്ട്, എൻ്റെ ഒരുപാട് കാലത്ത് സ്വപ്നമാണ് റബ്ബേ, നാളതിൻ്റെ പുതിയ ദിനം ആരംഭിക്കുകയാണ്, ഞാൻ ഒരു ദിവസം എൻ്റെ ആ പുതിയ വീട്ടിൽ അന്തി ഉറങ്ങട്ടെ എന്നുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല ആ സമയം നീട്ടി ചോദിക്കുന്നത്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച എൻ്റെ കുഞ്ഞ്, എൻ്റെ ഭാര്യ ഇന്ന് പ്രസവിക്കാൻ റബ്ബേ, ആ ലേബർ റൂമിന്റെ പുറത്ത് അവൾ എന്നെ കാത്തിരിക്കുന്നുണ്ട്, ഞാൻ പുറത്താണ്, അവൾ ഉള്ളിലുണ്ട്, എനിക്ക് ആ കുഞ്ഞിനെ ഒരൊറ്റ പ്രാവശ്യം കാണട്ടെ, എന്നിട്ട് എന്നെ കൊണ്ടുപോകാം എന്ന വിലാപങ്ങളുമല്ല. മറിച്ച് ആ മനുഷ്യൻ വിലപിക്കുന്ന, റബ്ബേ ചെയ്യാതെ പോയ കാര്യങ്ങളൊന്ന് ചെയ്യട്ടെ, പ്രവർത്തിക്കാതെ പോയ കാര്യങ്ങൾ പ്രവർത്തിക്കട്ടെ, ഏറ്റെടുക്കാതെ പോയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കട്ടെ, നിർവഹിക്കാതെ പോയ നമസ്കാരങ്ങൾ നിർവഹിക്കട്ടെ, കൊടുത്തു തീർക്കാത്ത സക്കാത്തുകൾ കൊടുത്തു തീർക്കട്ടെ. പക്ഷേ മരണത്തിന്റെ മാലാഖ കൈക്കൂലി വാങ്ങാൻ പോണില്ല. വലയുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, ഒരു മനുഷ്യന്റെ അവധി വന്നെത്തിയാൽ അള്ളാഹ് ഒരു സെക്കൻഡ് പോലും ഒരു മനുഷ്യനും നീട്ടിക്കൊടുക്കയില്ല എന്ന യാഥാർത്ഥ്യം പച്ചയായി തിരിച്ചറിവുള്ള ആളുകളാണ് നമ്മൾ. എന്നിട്ടും നമ്മൾ എവിടെയൊക്കെയോ ബോധപൂർവം മരണത്തെ മറന്നു പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പ്രിയപ്പെട്ടവരെ, മരണത്തിന്റെ കാലൊച്ചകൾ കേൾക്കാൻ പോകുന്നൊരു ദിനം നമ്മൾക്ക് വരാനുണ്ട്. എന്നിലേക്ക് വരരുതേ എന്ന് നമ്മൾ ആ കേണപേക്ഷിക്കുന്ന ഒരു ഘട്ടം നമ്മൾക്ക് വരാനുണ്ട്. കഴിഞ്ഞിട്ടില്ല എൻ്റെ സ്വപ്നങ്ങൾ റബ്ബേ, ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ എന്ന് വിലപിക്കുന്ന ദിനങ്ങൾ വരാനുണ്ട്. റബ്ബേ, നിന്നെ കണ്ടുമുട്ടാൻ മാത്രം ഞാൻ ഒരുങ്ങിയിട്ടില്ല റബ്ബേ, ഞാൻ തിരക്കിലായിരുന്നു റബ്ബേ. മരണമേ, നീ എന്നെ പുൽകുമെന്ന് എനിക്കറിയാമായിരുന്നു, പക്ഷേ
ഞാൻ ഇത്ര വേഗമാകുമെന്ന് കരുതിയിട്ടില്ലായിരുന്നു എന്ന സങ്കടങ്ങൾ വരുന്ന ദിവസം വരാനുണ്ട്. പ്രിയപ്പെട്ടവരെ, തിരക്കിലാണ് നമ്മളിങ്ങനെ ഓട്ടത്തിലാണ്, എല്ലാത്തിൻ്റെയും പിറകെ നമ്മൾ ഓടുകയാണ്. സഹോദരിമാർ കുറേ ഉണ്ട്. ഒരു പെണ്ണ് പറഞ്ഞൊരു വർത്തമാനമുണ്ട്, എൻ്റെ വീട്ടിൽ ഞാനില്ലെങ്കിൽ ഒന്നും നടക്കൂല. എൻ്റെ മക്കൾ ഭക്ഷണം കഴിക്കണോ, ഞാൻ ഉണ്ടാക്കി കൊടുക്കണം, ഞാൻ വിളമ്പി കൊടുക്കണം, കഴിച്ച പാത്രം ഞാൻ കഴുകി വെക്കണം, ഭർത്താവിൻ്റെ വസ്ത്രം ഞാൻ അലക്കണം, ഞാൻ ഇസ്തിരിയിട്ട് കൊടുക്കണം. അങ്ങനെ എൻ്റെ വീടിന് ഞാൻ അത്യന്താപേക്ഷിതമായ കഥാപാത്രമാണ്. എൻ്റെ വീട്ടിൽ ഞാനില്ലെങ്കിൽ ഒരു ഇല അനങ്ങില്ല എന്നാ പെണ്ണ് പറഞ്ഞു. പെട്ടെന്ന് ആ പെണ്ണ് മരണപ്പെട്ടു. ദിവസങ്ങൾക്കപ്പുറം, ആഴ്ചകൾക്കപ്പുറം ആ പെണ്ണിങ്ങനെ ആത്മാവായിട്ട് വീട്ടിൽ കയറി ചെല്ലാണ്. ഒരു കഥയാണ്. ആ പെണ്ണ് കാണുന്ന കാഴ്ച, സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കാത്ത മക്കളൊക്കെ ഭക്ഷണം ഉണ്ടാക്കാൻ പഠിച്ചു. അവര് പാത്രം എടുത്തു വെക്കുന്നുണ്ട്, കഴിച്ച പാത്രങ്ങൾ കഴുകി വെക്കുന്നുണ്ട്. ഭർത്താവ് ഇസ്തിരി ഇടാൻ പഠിച്ചു. ഭർത്താവിന് പുതിയ ഭാര്യയുണ്ട്. ആ പെണ്ണ് ആത്മകഥം പറഞ്ഞു, ഞാനില്ലാത്തത് കൊണ്ട് നഷ്ടം എനിക്ക് മാത്രം. നമ്മളിങ്ങനെ പലർക്കും വേണ്ടി ജീവിക്കുന്നതിൻ്റെ ഇടയിൽ അവനവന് വേണ്ടി ജീവിക്കാൻ മറന്നു പോകരുത്. അവനവന്റെ ഖബറിലേക്ക് വേണ്ടി സമ്പാദ്യങ്ങൾ ഒരുക്കി കൂട്ടാൻ നമ്മൾ മറന്നു പോകരുത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ബഖീയിലേക്ക് രാത്രി കരഞ്ഞുകൊണ്ട് ചെന്ന് പറയുന്നു, അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൽ മുഅ്മിനീൻ. ഖബറാളികളെ, നിങ്ങൾക്ക് എൻ്റെ സലാം. എനിക്ക് ചില വർത്തമാനങ്ങൾ നിങ്ങൾ അറിയിക്കുവാനുണ്ട്. അമ്മൽ അംവാലു ഫഖദ് ഖുസിമത് അമ്മൽ അസ്വാജു ഫഖദ് നുകിഹത് അമ്മൽ മസാകിനു ഫഖദ് അമ്മൽ മനാസിലു ഫഖദ് സുകിനത്. നിങ്ങൾ രാപ്പകലില്ലാതെ അധ്വാനിച്ചുണ്ടാക്കിയ നിങ്ങളുടെ സ്വപ്നം, നിങ്ങളുടെ ഭവനമൊക്കെയും ഇന്ന് മറ്റുള്ളവരെ താമസമാക്കിയിട്ടുണ്ട്. നിങ്ങൾ രാവും പകലും കഷ്ടപ്പെട്ട് ജമാഅത്തുകൾ പോലും നഷ്ടപ്പെട്ട് നിങ്ങൾ ഉണ്ടാക്കി കൂട്ടിയ സമ്പത്തൊക്കെയും കുസിമത്ത്, അതൊക്കെയും വിഭജിക്കപ്പെട്ടു. അതിന്റെ ഓഹരിക്കാരതൊക്കെയും ഭാഗിച്ചെടുത്തു. അമ്മൽ അസ്വാജു ഫഖദ് നുകിഹത്, നിങ്ങളുടെ ഇണകളുടെയൊക്കെയും വിവാഹങ്ങൾ കഴിഞ്ഞു. നിങ്ങളില്ലാത്ത ജീവിതം സങ്കല്പിക്കാൻ പറ്റാത്ത ഒന്നാണ് എന്ന് വിലപിച്ചിരുന്ന ആളുകൾ, നിങ്ങളില്ലാത്ത ജീവിതം എനിക്ക് പഴമില്ലാത്ത പഴംപൊരിയാണ് എന്ന് മധുരവർത്തമാനം പറഞ്ഞിരുന്ന ആളുകളൊക്കെയും അവരിന്ന് മറ്റുള്ളവരെ മണവാട്ടിമാരും മണവാളന്മാരുമായി ജീവിതം കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നു. ഇതാണ് എൻ്റെ അരികിൽ നിങ്ങളോട് പറയുവാനുള്ള വർത്തമാനങ്ങൾ. നിങ്ങൾക്ക് എന്താണ് എന്നോട് പറയാനുള്ളത്? മുട്ടുകുത്തിയിരുന്ന് താടി രോമങ്ങൾ നനഞ്ഞു കുതിരുമാറ് കരഞ്ഞ് അലിള്ളന് പറയുന്നു, അവരെങ്ങാനും ലൗ സമയത്തും ഫിൽ കലാമി, അവരെങ്ങാനും എന്റെ വർത്തമാനങ്ങൾ കേൾക്കുമായിരുന്നുവെങ്കിൽ ലഖാലു, അവരൊക്കെയും ഒന്നടങ്കം പറയും, ഇന്ന ഖൈറസ്സാദി തഖ്വ അലി, ഉപകരിക്കുന്ന പ്രവർത്തനങ്ങളിൽ, ഉപകരിക്കുന്ന പാതയങ്ങളിൽ ഏറ്റവും ഉത്തമം തഖ്വയാണ് അലി എന്നവരൊക്കെയും പറയുമെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. നമ്മൾക്ക് വേണ്ടി ജീവിക്കുന്നുണ്ടോ എന്ന് ആലോചിക്കുക. അവനവന്റെ ഖബറിലേക്ക് വേണ്ടി എന്തൊരുക്കമാണ്, എന്ത് മുന്നൊരുക്കമാണ് നമ്മുടെ കയ്യിലുള്ളത്. നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒട്ടകത്തിന്റെ കുഞ്ഞ് തന്റെ ഉമ്മയോട് ചോദിക്കുകയാണ്, ഉമ്മ എന്തിനാണ് നമ്മൾക്ക് ഇങ്ങനെ നീളമുള്ള കാലുമ്മ? ഒട്ടകം പറഞ്ഞു, നമ്മളെ മരുഭൂമി കൂടെ സഞ്ചരിക്കുമ്പോൾ കാല് മണ്ണിൽ കൊണ്ടുപോകാതിരിക്കാൻ, മരുഭൂമി ചൂടാകുമ്പോൾ ആ ചൂട് നമ്മുടെ ശരീരത്തിലേക്ക് ഏറ്റുവാങ്ങാതിരിക്കാൻ. എന്തിനാണ് ഉമ്മ നമ്മുടെ മുതുകിൽ ഒരു മുഴ പോലെ ഒരു വസ്തു? എന്തിനാ ഉമ്മ? മരുഭൂമി കൂടെ സഞ്ചരിക്കുമ്പോ എപ്പോഴും ഭക്ഷണവും വെള്ളവും ഒന്നും കിട്ടൂല മോനെ. അത് കിട്ടുന്ന സമയം നെയ്യാക്കി നമ്മൾ സംഭരിച്ചു വെക്കും. അതിനാ. എന്തിനാണുമ്മ നമ്മുടെ കണ്ണുകൾക്ക് കട്ടിയുള്ള പോളകൾ? മോനെ, മരുഭൂമിയിലെ മണൽക്കാറ്റിനെ തടസ്സമാകാതെ മുന്നോട്ട് പോകാനാ. നാലാമത്തെ ഒരു ചോദ്യം ആ കുഞ്ഞു ചോദിച്ചു. ആ ചോദ്യത്തിന് മാത്രം ആ ഉമ്മന്റെ അടുത്ത് മറുപടി ഇല്ല. ആ കുട്ടി ചോദിച്ചു, പിന്നെ എന്താണുമ്മ നമ്മൾ ഈ മരുഭൂമിയിൽ ഇങ്ങനെ നമ്മൾ ഈ മൃഗശാലയിൽ ഇങ്ങനെ കഴിയണം? മരുഭൂമിക്ക് വേണ്ടിയാണ് നമ്മളെ പ്രാപ്തമാക്കിയതെങ്കിൽ ഉമ്മ, പിന്നെ എന്താ നമ്മൾ ഈ മൃഗശാലയിൽ? പ്രിയപ്പെട്ടവരെ, നമ്മളെവിടെയാണ്? അള്ളാഹു നമ്മളെ വെറുതെ സൃഷ്ടിച്ച ഒന്നല്ല. യഥാ സൃഷ്ടിക്കപ്പെട്ട നിങ്ങൾ വെറുതെ സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്നാണോ നിങ്ങളുടെ വിചാരം എന്ന് ഖുർആൻ നമ്മോട് ചോദിക്കാം. നമ്മുടെ ജീവിതം എന്തിനു വേണ്ടിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ 67-ാം അധ്യായം സൂറത്തുൽ മുൽക്ക് 2-ാമത്തെ വചനം, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും
ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ വഹുവൽ അസീസുൽ ഗഫൂർ. ജീവിതവും മരണവുമെല്ലാം നാം സൃഷ്ടിച്ചത് ലിയബ്ലുവകും, നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ്. അയ്യുകും അഹ്സനു അമലാ, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നതെന്നറിയാൻ. ഏറ്റവും തോന്നല്ല, ഒരുപാടല്ല, ക്വാണ്ടിറ്റി അല്ല. അള്ളാഹുവിന് ആവശ്യം ക്വാളിറ്റിയാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഗുണമേന്മയാണ് റബ്ബിന് ആവശ്യം. എങ്കിൽ നമ്മൾ നമ്മളെ കുറിച്ച് ആലോചിക്കുക, അവനവന്റെ കർമ്മങ്ങളുടെ ഗുണമേന്മ എന്തുണ്ട്? ളുഹർ നമസ്കരിച്ചിരിക്കുന്ന നമ്മളെല്ലാവരും മനസ്സിലാണ് പാരായണം ചെയ്ത്. ശരി, കഴിഞ്ഞ ളുഹറിന് ഞാൻ നമസ്കരിച്ച എന്റെ നമസ്കാരത്തിൽ ഞാൻ ഏത് അധ്യായമാണ് പാരായണം ചെയ്ത്? നമ്മൾ ആളുകൾ ഓർക്കുന്നു കരുതുന്നുണ്ടോ? നമ്മൾ ആരും ഓർക്കാൻ പോണില്ല. നമ്മൾ ഇവിടെ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളൊക്കെ മനുഷ്യന്മാരെ കാണിക്കാൻ വേണ്ടിയാണെങ്കിൽ ഈ മനുഷ്യരൊക്കെയും നമ്മളെ മറക്കും. നമ്മൾ ഇന്ന് മരണപ്പെട്ട സംഭവിക്കാൻ പോണ ചിത്രം എന്താ? നമ്മളെ ചിരിക്കുന്ന മുഖത്തിന്റെ താഴെ ഇങ്ങനെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഇസ്തിർജാഇന്റെ വരികൾ ഇങ്ങനെ വെക്കും. അത് ഗ്രൂപ്പിലൂടെ ഇങ്ങനെ കറങ്ങും. 24 മണിക്കൂർ നമ്മുടെ പ്രിയപ്പെട്ടവരെ സ്റ്റാറ്റസിൽ നമ്മുടെ മുഖം ഉണ്ടാവും. നമ്മുടെ വീട്ടിലേക്ക് പ്രിയപ്പെട്ടവർ ഇങ്ങനെ ഒഴുകി വരും. നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും കൂട്ടുകാരും, നമ്മളെ കണ്ടവരും നമ്മെ കാണാത്തവരും എല്ലാം നമ്മളെ കാണാൻ തിരക്കൂട്ടും. നമ്മുടെ വീട്ടിൽ നമ്മളെ ആളുകൾ കുളിപ്പിച്ച് മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുപോയി ഖബറിൽ നമ്മൾ ഇറക്കി വെച്ച് എല്ലാവരും മടങ്ങിപ്പോന്നാൽ പിന്നെ ഇങ്ങനെ 2 ദിവസം നമ്മുടെ വീട്ടിൽ ആരൊക്കെ വന്നിട്ടുണ്ടാവും? വിരുന്നുകാരൊക്കെ വരും. ഒരാഴ്ച നമ്മുടെ വീട്ടിൽ മൗനം തളം കെട്ടി ഇങ്ങനെ കിടക്കും. ആർക്കും ചിരിയില്ല, കളിയില്ല, വർത്തമാനങ്ങളില്ല. പക്ഷെ ആ ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ പിന്നെ ഒക്കെ പഴയതുപോലെ മാറി മറിയും. ഇടയ്ക്ക് വേണമെങ്കിൽ നമ്മുടെ അത്രയും അടുത്ത ഭർത്താവിനോ ഭാര്യക്കോ ഉമ്മാക്കോ മകനോ റിക്കവർ ആയിട്ട് വരാൻ ചിലപ്പോൾ 1 മാസമൊക്കെ നേരെടുക്കും. പക്ഷെ ആ 1 മാസങ്ങൾക്ക് കൂടി അപ്പുറത്ത് നമ്മളെവിടെ? നമ്മളെ ഊടിയില്ല. നമ്മളെ കൂടെ എത്രയോ പേര് മരണപ്പെട്ടു പോയി. അവരൊക്കെ നമ്മൾ ഓർക്കണ്ടോ? നമ്മുടെ പ്രാർത്ഥനാ നേരങ്ങളിൽ ഒരു 3 ആളെ മുഖം ഓർമ്മ വരുന്നുണ്ടോ? 3 ആളെ പേര് വരുന്നുണ്ടോ? ഇല്ല. എങ്കിൽ ഈ മനുഷ്യർക്ക് വേണ്ടി, ഇവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണോ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കണേ? നമ്മുടെ ലക്ഷ്യം ആളുകളെ തൃപ്തിപ്പെടുത്തലല്ല, ആളുകളുടെ നല്ല വാക്ക് കേൾക്കാൻ വേണ്ടി പ്രവർത്തിക്കലല്ല. നമ്മുടെ ജീവിതത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം ഒറ്റൊന്നുള്ളൂ, അത് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തലാണ്. എന്നെ സൃഷ്ടിച്ചത്, എന്നെ സംവിധാനിച്ചത്, എനിക്ക് ഉമ്മയെ നൽകിയത്, വാപ്പയെ നൽകിയത്, ഞാൻ മരിച്ചാൽ എന്റെ ഉയർത്തെഴുന്നേൽപ്പ്, എന്റെ നന്മതിന്മ തൂക്കി നോക്കാൻ പോകുന്നത്, എനിക്ക് സ്വർഗമാണോ നരകമാണോ തീരുമാനിക്കുന്നത് ഒരുവൻ റബ്ബ് മാത്രമാണ്. ആ റബ്ബിനെ തൃപ്തിപ്പെടുത്തലാണ് ജീവിതം. ആ റബ്ബിനെ തൃപ്തിപ്പെടുത്തിയാൽ മാത്രമേ എനിക്ക് സ്വർഗമുള്ളൂ. നമ്മുടെ ജീവിതം കൊണ്ട് തെളിയിക്കേണ്ട ഏറ്റവും പച്ചയായ യാഥാർത്ഥ്യം, എന്റെ ജീവിതം അല്ലാഹു അക്ബർ, എനിക്ക് ഏറ്റവും എനിക്ക് എല്ലാത്തിനേക്കാളും വലുത് അല്ലാഹു ആണ്. ജീവിതം കൊണ്ട് പ്രഖ്യാപിക്കാൻ കഴിയണം. എല്ലാത്തിനേക്കാളും റസൂലേ, താങ്കളുടെ ചര്യയാണ് വലുതെന്ന് പറയാൻ കഴിയണം. റസൂലും സ്വഹാബാക്കളും ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയ ജീവിതത്തിൽ രസമില്ല. അവരുടെ ജീവിതം മുഴുവൻ രക്തം മണക്കുന്ന ജീവിത, യുദ്ധങ്ങളുടെ കാലഘട്ടമാണ്, നഷ്ടങ്ങളുടെ തീരാ ദുഃഖങ്ങളുടെ കാലഘട്ടമുണ്ട് നീളം. റസൂൽ എത്ര കൊല്ലം ജീവിച്ചേന്ന് ചോദിച്ചാൽ നമ്മൾക്കുള്ള മറുപടി വേണമെങ്കിൽ 40 കൊല്ലം നയിക്കാം. 40 വയസ്സ് വരെ ആ നുബുവത്തിന്റെ കാലം റസൂൽ സുന്ദരമായി കഴിഞ്ഞു പോയിണ്ടാവും. പക്ഷെ പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം ഉടനീളം പ്രശ്നങ്ങളാണ്. അവർ ഏത് സമയത്തും കൊല്ലപ്പെടാം. അവരെ ഉമ്മമാർ ഏത് സമയത്തും മക്കളില്ലാത്തവരാകാം. അവരെ ഭാര്യമാർ ഏത് സമയത്തും വിധവകളാകാം. അവരെ മക്കൾ ഏത് സമയത്തും യതീമുകളാകാം. നടുനിവർത്താനുള്ള നേരമില്ല അവർക്ക്. ഇസ്ലാമിന് വേണ്ടി അവരെ സഹിച്ച ത്യാഗത്രയാണ്. അവരെത്ര ശക്തമായി ഈമാനിന്റെ വക്താക്കളാണ്. മക്ക വിജയത്തിന്റെ ദിവസം റസൂൽ ഇങ്ങനെ നടുനിവർത്തുകയാണ്. എന്നാൽ കുറെ കാലം കഴിഞ്ഞ്, യുദ്ധങ്ങൾ കഴിഞ്ഞ് മക്കയുടെ ചെങ്കോലും കിരീടവും തിരിച്ച് കയ്യിൽ കിട്ടുകയാണ്. പക്ഷെ അവിടെ റെസ്റ്റ് ഇല്ല. ഹുനൈന്റെ യുദ്ധത്തിലേക്ക് എടുത്തെറിയപ്പെടുന്ന സ്വഹാബാക്കളൊക്കെ. റസൂലിന്റെ ഉമ്മാന സ്ഥലമായ തോയിഫിലെ സഖീഫ് ഗോത്രവും തൊട്ടപ്പുറത്തുള്ള മക്കയുടെ ചുറ്റുഭാഗത്തുള്ള മുശ്രിക്കീങ്ങളെ ഗോത്രങ്ങളും ഒക്കെ കൂടെ സഖ്യം ചേർന്ന് മക്കയെ കീഴടക്കാൻ വരിക. റസൂലും സ്വഹാബാക്കളും എല്ലാം ഒരു പുതിയ യുദ്ധത്തിലേക്ക് എറിയപ്പെട്ടു. ആദ്യമൊന്ന് പതറിയെങ്കിലും പിന്നീട് വിജയിച്ചു. കൂമ്പാരക്കണക്കിന് കിടക്കുന്ന പാരാവാരം പോലെയുള്ള സ്വത്തുക്കളുണ്ട് ഒനീമത്തായി മുസ്ലിമീങ്ങൾക്ക് ലഭിച്ചത്. എന്ത് ചെയ്യുമെന്നറിയാൻ എല്ലാവരും ആകാംക്ഷരാണ്. റസൂൽ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി നിന്ന് സ്വത്ത് വേണ്ടവരൊക്കെ ഇങ്ങനെ വരാൻ പറഞ്ഞു. എല്ലാവരും വന്നു. വരിവരിയായി റസൂൽ ഇങ്ങനെ കൊടുക്കുക. ദരിദ്രനായ പ്രവാചകന്റെ കയ്യിലൂടെ ലക്ഷക്കണക്കിന് വില വരുന്ന സമ്പത്ത് ഇങ്ങനെ ആളുകളുടെ കയ്യിലേക്ക് ഒഴുകി. എല്ലാം തീർന്നുപോയി. റസൂൽ ഒന്നും എടുത്തിട്ടില്ല.
എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇത് മക്കയിലെ പുതിയ മുസ്ലിമീങ്ങളായ ആളുകൾക്ക് അത്ഭുതമാണ്. എന്താണിത്? സ്വത്തിനൊരു വിലയില്ലേ, ഇങ്ങനെ കൊടുക്കുക. എന്നാൽ ആ സമയം അൻസ്വാരികളായ കുറച്ച് ആളുകൾക്ക്, അൻസ്വാരികൾക്ക് ആർക്കും സ്വത്ത് കിട്ടിയിട്ടില്ല. അവരിലെ ചെറിയ കുട്ടികൾ ഇങ്ങനെ പരിഭവം പറഞ്ഞ്, നമ്മൾക്കില്ലേ, എന്താ നമ്മുടെ വാപ്പമാരല്ലേ ഇവരെ സംരക്ഷിച്ചത്, മദീനയിലേക്ക് എത്തിയപ്പോൾ ഇവർക്കെല്ലാം ചെയ്തു കൊടുത്തത്, നമ്മൾക്കൊന്നുമില്ലേ? ഇതവരെ പിതാക്കന്മാർ റസൂലേ, മക്കൾക്ക് ഇങ്ങനെ ഒരു പരാതി ഉണ്ട്. റസൂൽ അവരെ വിളിച്ചുകൂട്ടി, ബാക്കി എല്ലാരോടും പോകാൻ പറഞ്ഞു. റസൂൽ ആദ്യം അവരെ പുകഴ്ത്തി, പിന്നീട് അൻസ്വാരികൾ ചെയ്ത സഹായങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ വരികയാണ്. എനിക്ക് മക്ക പ്രിയപ്പെട്ട നാടാണ്. ആ മക്ക ഇന്ന് എൻ്റെ കയ്യിൽ കിട്ടി. പക്ഷേ ഞാൻ മക്കയിലേക്കല്ല പോകുന്നത്, മറിച്ച് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ വീടുകളിലേക്കാണ്. ഇവിടെയുള്ളവരൊക്കെയും ഭൗതിക വിഭവങ്ങളുമായിട്ട് അവരുടെ വീടങ്ങളിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ നിങ്ങൾ പോകുന്നത് എന്നെയും കൊണ്ടാണ്. നിങ്ങൾക്കത് പോരെ? നിങ്ങൾക്ക് തൃപ്തരല്ലേ? നിങ്ങൾക്ക് സന്തോഷമല്ലേ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്നത്? ഈ പാരാവാരം പരന്നു കിടക്കുന്ന സമ്പത്തിനേക്കാളും ആയുധങ്ങളെക്കാളും സ്വർണങ്ങളെക്കാളും എല്ലാം ഇഷ്ടം ഞാനും അള്ളാഹും നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്നതല്ലേ? നിങ്ങൾക്കത് പോരേ ചോദിക്കും. അൻസ്വാരികളൊക്കെയും കരഞ്ഞു. റസൂലേ, ഞങ്ങൾക്ക് ദുനിയാവ് വേണ്ട, ഞങ്ങൾക്ക് പരലോകം മതി, ഞങ്ങൾക്ക് താങ്കളെ മതി എന്നവർ പറഞ്ഞു. നമ്മൾ ഈ കാലഘട്ടത്തിൽ പറയും മുസ്ലിമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായ എന്തോ ആണ്. എന്താ ബുദ്ധിമുട്ടില്ല? ഒന്നുമില്ല. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല എന്ന് തീരുമാനിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളെ ദുനിയാവിലുള്ളൂ. കുറെ വിനോദങ്ങളുണ്ട്, കുറെ രസങ്ങളുണ്ട്, കുറെ ഗെയിമുകളുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല തീരുമാനിച്ചാൽ തീരുന്ന പ്രശ്നം. പക്ഷെ റസൂലിന്റെ കാലഘട്ടം ഉടനീളം പ്രശ്നങ്ങളാണ്. നമ്മളോട് കാലം ചോദിക്കുന്ന ചോദ്യം, ഇന്ന് പലരും ദീനിന്നിങ്ങനെ അയഞ്ഞ് പോണെ നമ്മൾ കണ്ടുകൊടുക്കും. എല്ലാവരും ലിബറൽ ചിന്താഗതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. ദീനൊന്നും അത്ര വലിയ സ്ട്രിക്റ്റ് അല്ല എന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കും. അവിടെ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം, റസൂലുള്ളാഹിയുടെ ജീവിതം നിലത്തിട്ട് മണ്ണിലിട്ട് ചവിട്ടിപ്പോകാൻ നിങ്ങൾ ഒരുക്കമാണോ ചോദിക്കുമ്പോൾ, അതേ ഞാൻ ഒരുക്കമാണ് എന്നാണ് നമ്മുടെ മറുപടി എങ്കിൽ നമ്മുടെ അവസ്ഥ ആലോചിക്കുക. അവസാന കാലഘട്ടത്തിൽ ഈമാൻ മുറുകെ പിടിക്കൽ തീക്കനൽ കയ്യിൽ പിടിക്കുന്ന പോലെ ബുദ്ധിമുട്ടായിരിക്കും. ശരി, എന്നാലും ഞാൻ മുറുകെ പിടിക്കുമെന്ന് പറയുന്നവരിൽ നമ്മൾ ഉണ്ടാവണം. നമ്മുടെ കുടുംബം ഉണ്ടാവണം. നമ്മുടെ കുടുംബത്തിന് ഈമാനിക ബോധമുണ്ടായി കൊടുക്കേണ്ട നമ്മളല്ലേ? നമ്മുടെ കുട്ടി രാവിലെ 6:30 മണിക്ക് മദ്രസയ്ക്ക് പോകുമ്പോൾ കുട്ടി ബീവിയും, 9:30 നിങ്ങളെ കുട്ടി സ്കൂളിൽ പോകുമ്പോൾ നിങ്ങളെ കുട്ടി ദേവിയാകണ പോലെ എന്തുകൊണ്ടാ? നമ്മളെ വീട്ടിൽ നിന്നല്ല പോണേ. പിന്നെ വാങ്ങിക്കൊടുക്കാനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ടൊന്നല്ലല്ലോ. അല്ല, പിന്നെന്താ? അത്രയൊക്കെ മതി നമുക്ക് തോന്നിയോണ്ടല്ലേ? നമ്മളെ അമ്മാക്കും അപ്പാക്കും അത്ര ഈമാനുണ്ടല്ലേ? സുബൈറുള്ളാന്റെ അതേ യുദ്ധക്കളത്ത് നിന്ന് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ ഉമ്മ ചോദിക്കാണ്, മോനെ, എന്റെ കുട്ടിക്ക് മരിക്കാൻ പേടിയാണോ? മരിക്കാൻ ഭയമായത് കൊണ്ടാണോ എന്റെ കുട്ടി മടങ്ങിപ്പോന്നേ? അദ്ദേഹം പറഞ്ഞു, ഉമ്മ, മരിക്കാൻ പേടിയായിട്ടല്ല, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ശത്രുക്കൾ എന്റെ ശരീരം കീറി മുറിക്കും ഉമ്മ, എനിക്കതാ എന്റെ പേടി. ഉമ്മ തിരിച്ചു കൊടുത്ത മറുപടി, മോനെ, നമ്മൾ ആടിനറക്കലുണ്ടല്ലോ, ആടിനറുത്ത് കഴിഞ്ഞാൽ തൊലി ഉരിച്ചു മാറ്റലില്ലേ? അപ്പൊ ആടിന് വേദന ആകുമോ? ഇല്ല. എങ്കിൽ എന്റെ കുട്ടി മരണപ്പെട്ടു കഴിഞ്ഞ് എന്റെ കുട്ടി ആരെന്ത് ചെയ്താലും എന്താണ് ഇത്ര പ്രശ്നം? എന്റെ കുട്ടി അള്ളാഹുവിന്റെ സ്വർഗം ലക്ഷ്യമാക്കിപ്പോ എന്ന് പറഞ്ഞ് അവസാനമായിട്ട് ആ ഉമ്മ ഇങ്ങനെ മകനെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിക്കുമ്പോ ഉപ്പായത്തിന്റെ ഉള്ളിൽ മകൻ അടിഞ്ഞ ഇരുമ്പിന്റെ പടച്ചട്ടയിൽ ഉമ്മയുടെ കൈകൾ ഇങ്ങനെ തട്ടിയപ്പോ ഉമ്മ ചോദിക്കുക, എന്തിനാ എന്റെ കുട്ടിക്കത്? എന്റെ കുട്ടി അള്ളാഹുവിന്റെ സ്വർഗം ലക്ഷ്യമാക്കി സഞ്ചരിക്കുന്നു പറഞ്ഞ് സ്വർഗത്തിന്റെ പാതയിലേക്ക് മക്കളെ പറഞ്ഞയക്കുന്ന ഉമ്മമാർ നമ്മുടെ നാട്ടിൽ പുനർജനിക്കാത്ത കാലത്തോളം നമ്മൾ ഒരു പരിവർത്തനങ്ങളും സ്വപ്നം കാണരുത്. മദ്രസ വിദ്യാഭ്യാസത്തിന് നേരത്തെ സൂചിപ്പിക്കപ്പെട്ട മദ്രസയുടെ വിഷയം, സാധാരണ മദ്രസക്ക് ഇംഗ്ലീഷിൽ പറയാം MLL എന്ന് പറയാം, മിനിമം ലെവൽ ഓഫ് ലേണിംഗ് എന്ന് പറയാം. ഒരു കുട്ടി ഒരു മുസ്ലിമായി ജീവിക്കാൻ വേണ്ട ബേസിക് ആയ സാധനം മാത്രം മദ്രസന്ന് കിട്ടുക. 7ാം ക്ലാസ്സിൽ പൊതുപരീക്ഷയ്ക്ക് വേണ്ടി ഇരിക്കണ മദ്രസ കുട്ടിന്റെ പ്രായം 11-12 വയസ്സാണ്. അക്കില് വെച്ച് ബുദ്ധി വെച്ച് ബുലുവത്തിൽ പഠനം നല്ല സമയത്ത് അടക്കുക. ഫുൾ A+ കിട്ടാൻ വേണ്ടി ആ കുട്ടി ഇങ്ങനെ കുറെ കാണാൻ പഠിക്കും. അതിന്റെ അപ്പുറം അവന് പ്രായപൂർത്തിയായി കഴിഞ്ഞ ശേഷം അവൻ ആത്മാർത്ഥമായിട്ട് ദീൻ പഠിക്കാൻ ഒരുങ്ങണം. അതിന് സംവിധാനങ്ങളുണ്ട്. MSMന്റെ CRകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവിടെ എന്റെ കുട്ടി ഇരിക്കുന്നുണ്ടോ എന്ന് ആലോചിക്കണ്ടേ? നമ്മളിങ്ങനെ മരിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ കുട്ടി ഇങ്ങനെ അങ്ങാടിന്ന് ആള് വരാൻ കാത്തുക. എന്തിനാ? മയ്യത്ത് കുളിപ്പിക്കണം.
സ്വന്തം ബാപ്പിയും ഇങ്ങനെ മക്കളെ ചേർത്ത് പിടിച്ചാണ്ടേ എന്റെ കുട്ടി ആ പ്രാർത്ഥന ചൊല്ലിക്കാൻ എന്റെ കുട്ടിക്ക് അറിയോ ഇപ്പാന്റെ സമാധാനത്തിനാണ് എന്ന് പറയണം. ആർക്കും പ്രശ്നമല്ല. അമ്മാപ്പാന്റെ ഔറത്ത് വേറെ ആൾ കാണുക, ആ സാഹചര്യം എന്റെ കുട്ടി ഉണ്ടാക്കിയതെന്നൊരു ഉമ്മ കുട്ടിനോട് പറയണം, വാപ്പ കുട്ടിനോട് പറയണം. ചിലപ്പോ ഷുഗറൊക്കെ വന്ന് മുറി വന്ന മനുഷ്യന്മാരുണ്ടോ, ആ മയ്യത്ത് ശരീരം എങ്ങനെയാണെന്ന് പുറത്തുനിന്നൊരാൾ എന്താ ഇങ്ങനെ അറപ്പ് കാട്ടുന്ന അവസ്ഥ ഉണ്ടാക്കിയത്. മയ്യത്ത് പള്ളിയിൽ ഇങ്ങനെ കൊടന്ന് വെച്ചാണ്ട് നമ്മുടെ കുട്ടി പള്ളിക്കത്തെ ഉസ്താദിനോട് പോയിക്കാണ്ട് നിങ്ങൾ നിൽക്കൂലേ, എനിക്ക് ആ പ്രാർത്ഥന ഒന്നും മര്യാദയ്ക്ക് അറിയില്ല, എന്താ കിട്ടിയ നമുക്ക്. അധഭാഗ്യരായ മാതാപിതാക്കളായിട്ട് മരിച്ചുകൊണ്ടിരുന്നു. നിങ്ങളെ ഖബർസ്ഥാനക്ക് ആ കുട്ടി വരൂല, അത് വരണമെങ്കിൽ നിങ്ങളെ കുട്ടിനെയും കൊണ്ട് നിങ്ങളും പോകേണ്ടി, അവനെ വാപ്പാനും ഉമ്മാനും ഖബർക്ക്. അവരെ പ്രാർത്ഥനാ നേരങ്ങളിൽ വരൂല. നിങ്ങളുടെ കുട്ടിന്റെ ഉള്ളിൽ വാപ്പ എന്ന് പറയുമ്പോ ഉമ്മ എന്ന് പറയുമ്പോ എന്താ കടന്നു വരണ്ടേ? രാവിലെ പണിക്ക് പോയി വൈകുന്നേരം പണി കഴിഞ്ഞു വന്ന വാപ്പേ അടുക്കളയിൽ ഇങ്ങനെ ഓടണ വാടിനെ പോലെ ഓടിക്കളിക്കണം അമ്മേ, കാര്യമില്ല. അവനവന്റെ മക്കളുടെ കൂടെ നിങ്ങൾ ചെലവഴിച്ച സമയങ്ങളാണ് അവരെ മനസ്സിക്ക് വരണ്ടേ. അവരുമായി സംസാരിക്കണം, ഉള്ളു തുറന്ന് സംസാരിക്കണം. സുഹൃത്ത് പറഞ്ഞു, 6ാം ക്ലാസ്സുകാരി ഇങ്ങനെ പ്രണയത്തിൽ അകപ്പെട്ട് പറഞ്ഞു, എനിക്ക് എന്റെ അമ്മാനേക്കാളും എന്റെ വാപ്പാനേക്കാളൊക്കെ എനിക്ക് ഇഷ്ടം ഓനാണ്, ഓന്റെ അത്ര ഇന്നെ മനസ്സിലാക്കിയ വേറൊരാൾ ലോകത്തില്ല, ഉമ്മാനും ബാപ്പ നിനക്ക് ആവശ്യമില്ല, എന്തിനാ പോലും ഇഞ്ഞ ഉണ്ടാക്കി എന്ന തലത്തിലേക്ക് നമ്മുടെ മക്കളുടെ വർത്തമാനങ്ങൾ മാറിപ്പോകാനുള്ള കാരണം എന്താ? മക്കളുമായി സംസാരമില്ലാത്തതുകൊണ്ട്. നിങ്ങളെ കുട്ടിന്റെ മാറ്റങ്ങളെ കുറിച്ച് പലപ്പോഴും രക്ഷിതാക്കള് +2 അല്ലെങ്കിൽ 12 വയസ്സ് കഴിഞ്ഞ മക്കൾ ആൺകുട്ടികളെ പറ്റി പ്രത്യേകം രക്ഷിതാക്കളെ പരാതി, എന്റെ കുട്ടി എന്നോട് തർക്കുത്തരം പറയാണ്, ചൂടാകാണി, എന്താ വേണ്ടി? അതിന്റെ കാരണങ്ങളിൽ ഒന്ന് എവിടേക്കോ നമ്മുടെ മക്കൾ തോന്നിവാസങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അത് കണ്ട് അതിനനുസൃതമായ പ്രവർത്തനങ്ങളും ചിന്തകളും അതിൻ്റെതായ ഉപായങ്ങളും ഒക്കെ അവരുടെ ഭാഗത്ത് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. പച്ചയായിട്ട് പറയാൻ മടിയുണ്ട്, അതുകൊണ്ടാണ്. കുട്ടികളുണ്ട്. നമ്മുടെ മക്കൾ നമ്മുടെ കൺട്രോളിലാകണം. അതിന്റെ അർത്ഥം ഉഫിലിട്ട് വെക്കണം, ലോക്കിട്ട് വെക്കണം എന്നല്ല. എന്റെ കുട്ടി ദീനിന്റെ മാർഗത്തിലുണ്ട്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ബാക്കിയാകുന്ന 3 കർമ്മങ്ങൾ, ഒന്ന് സ്വതക്കത്തിൻ ജാരിയാണ്, അത് നിലനിൽക്കുള്ളൂ. പള്ളിക്കത്തെ ഔദില് പാട്ട കൊണ്ടുപോയിട്ടാൽ കിട്ടും, ഒരു ഖുർആൻ കൊണ്ടുപോയി വെച്ചാൽ കിട്ടും, ഹോസ്പിറ്റലിലേക്ക് ഒരു വീൽ ചെയർ കൊണ്ടുപോയി ദാനം ചെയ്താൽ കിട്ടും, ഒരു മരം നട്ടുപിടിപ്പിച്ചാൽ കിട്ടും. മറ്റൊന്ന് സോലിഹായ മക്കളെ പ്രാർത്ഥന എന്ന് പറഞ്ഞു. വലതുൻ യദൂലഹു എന്നാണ് പറഞ്ഞതെങ്കിൽ കുഴപ്പമില്ല, മക്കളുടെ പ്രാർത്ഥന അല്ല, സോലിഹായ മക്കളെ പ്രാർത്ഥന. അപ്പൊ എന്റെ കുട്ടി സോലിഹാണ്, എനിക്ക് വേണ്ടി എന്റെ കുട്ടി പ്രാർത്ഥിച്ചാൽ എനിക്കത് കിട്ടൂ, എന്റെ കുട്ടി സോലിഹാണ്. 3ാമത്തെ ഇൽമി യുന്തഫൗബി, ഉപകാരപ്പെടുന്ന വിജ്ഞാനമാണ്. പഠിച്ച വിജ്ഞാനം കൊണ്ട് എത്ര പേർക്ക് ഉപകാരം ഉണ്ടായെന്ന് ആലോചിക്കാം, എത്ര പേർക്ക് അത് പകർന്നു കൊടുത്ത. മദ്രസ അധ്യാപകന്റെ വരുമാനം കുറവേക്കാരം, പക്ഷെ അതിന്റെ ഇമ്പാക്ട് എത്ര വലുതാന്ന് ആലോചിച്ചു. എത്ര കുട്ടികൾക്കാണ് അയാൾ ദീൻ പറഞ്ഞു കൊടുക്കണേ. ആ കുട്ടികൾ നാളെ വലുതാകുമ്പോൾ അവർ അവരെ മക്കൾക്ക് പറഞ്ഞു കൊടുത്താൽ, നാളെ അവര് മദ്രസ അധ്യാപകരായാൽ അവരും ഒരുപാട് പേർക്കത് പറയും. ചെയിന് പോലെ അങ്ങനെ പോകും നന്മ. നമ്മുടെ ഒന്നുമില്ലാതെ പറ്റിപ്പോകുന്നൊരവസ്ഥയാണെങ്കിൽ എന്തേക്കാര അവസ്ഥ? നമ്മൾ മരിച്ച് ഖബർക്ക് നമ്മളിങ്ങനെ ഇറക്കി വെക്കും, തൂവെള്ള തുണിയില നമ്മളെ പൊതിയും, ഒരു ചെറിയ ചളി പോലും അതിലുണ്ടാവില്ല. സുന്ദരന്മാരാക്കി സുന്ദരികളാക്കി നമ്മളെ ഖബറൊക്കെ ഇറക്കി വെക്കുമ്പോ ഇറക്കി വെക്കുന്ന മനുഷ്യന്റെ വികാരത്തെക്കാളും വലുതെന്തറിയോ? സ്വീകരിക്കുന്ന ഖബറിന്റെ വികാരം. കിതാബുകളിൽ കാണാം ഖബറിന്റെ സംസാരത്തെ കുറിച്ച്. ഖബർ വർത്തമാനം പറയും, നല്ല മനുഷ്യരോട് പറയും, ഞാൻ നിന്നെ കാത്തിരിക്കായിരുന്നു, ഈ ഭൂമിക്ക് മുകളിലൂടെ നന്മ ചെയ്തിടന്നപ്പോ ഞാൻ നിന്നെ കാത്തിരിക്കായിരുന്നു, എനിക്ക് ഏറെ ഇഷ്ടമാണ് നിന്നെ, ഇപ്പൊ നീ എന്റെ അടുത്തേക്ക് വന്നില്ലേ, ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചെന്ന് കാണണ്ടേ. ഖബർ ആ മനുഷ്യന് വിശാലമാക്കപ്പെടുന്ന. ഖബറിന്റെ സംസാരങ്ങളുണ്ട്. അന ബൈത്തുൽ ഖുർബ, ഞാൻ അപരിചിതമായ ഭവനമാണ്, നീ ഇന്ന് വരെ നിനക്ക് പരിചയമുള്ള വീട് പോലെ ഒന്നല്ല ഇത്. അന ബൈത്തുൽ തുറാബ്, ഞാൻ മണ്ണിന്റെ വീടാട്ടോ. അന ബൈത്തുൽ വഹ്ദ, ഇവിടെ നിന്റെ കൂട്ടിന് ആരുമില്ല, ഏകാന്തതയുടെ ഭവനാണ്.
അന ബൈത്തുദ്ദൂദ്, ഞാൻ പുഴുക്കളുടെ വീടാട്ടോ. മോശപ്പെട്ട മനുഷ്യനെ ഖബറക്കിറക്കുമ്പോ ഖബർ പറയും ലാ മർഹബൻ വലാ അഹ്ലൻ, നിനക്ക് ഇവിടെ സ്വാഗതമില്ല, നീ ഇങ്ങോട്ട് വരണ്ട. എന്റെ മുകളിലൂടെ തിന്മയിലൂടെ മതിമറന്നപ്പോ എനിക്ക് ഏറ്റവും വെറുപ്പായിരുന്നു നിന്നെ. ഇപ്പൊ നീ എന്റെ അടുത്തേക്ക് വന്നില്ലേ, ഇനി ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചതെന്ന് കാണണ്ടേ. നാളെ ഖബറിലെ ചോദ്യങ്ങളുണ്ടല്ലോ, മൻ റബ്ബുക്, ആരാണ് നിന്റെ റബ്ബ്? ഖബറിൽ ഇറക്കി വെച്ച മനുഷ്യനോട് ഒന്നാമത്തെ ചോദ്യം മൻ റബ്ബുക്കാണോ, നിന്റെ റബ്ബാരാ? മദ്രസ മുതൽ പഠിച്ചു വെച്ചൊരു മറുപടി ഉണ്ടാവും. ചോദിക്കുമ്പോ അള്ളാഹു ആണെന്ന് പറയണം. അള്ളാഹു ആണെന്ന് പറഞ്ഞു എന്ന് കരുതിക്കൂടി. രണ്ടാമത്തെ ഉപചോദ്യം വമാ അദ്റാക്, എങ്ങനെയാ മനസ്സിലായേ? നിന്റെ റബ്ബ് അല്ലാഹു ആണ് എന്ന് നീ എങ്ങനെയാണ് ബോധ്യപ്പെടുത്തിയത്? നിനക്ക് എങ്ങനെയാണ് ബോധ്യപ്പെട്ടത്? ഒരു വിഭാഗം പറയും സമയത്തു യഖൂലുൻ നാസ് വഖൂൽ, ജനങ്ങൾ പറയുന്ന ഞാൻ കേട്ടു, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഇരുമ്പിന്റെ ദണ്ഡ കൊണ്ട് ആ മനുഷ്യൻ പ്രഹരിക്കപ്പെടും. ആ പ്രഹരമെങ്ങാനും ഒരു പർവ്വതത്തെ പ്രഹരിച്ചാൽ ആ പർവ്വതം ചിന്ന ഭിന്നമാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഉയർന്നു വരുന്ന മനുഷ്യനോട് വീണ്ടും പറയും ലാ ദറൈത വലാ തലൈത, നീ വായിച്ചതുമില്ല, നീ പഠിച്ചതുമില്ല. അവസരങ്ങൾ ഉണ്ടായിരുന്നു, ബുദ്ധി ഉണ്ടായിരുന്നു, ചിന്തയുണ്ടായിരുന്നു, എല്ലാം നിന്റെ മുന്നിൽ സൗകര്യപ്രദമാമിതം അല്ല ഒരുക്കി വച്ചിരുന്നു. നീ വായിച്ചില്ല, കേട്ടില്ല, പഠിച്ചില്ല, മനസ്സിലാക്കിയില്ല. പക്ഷെ മറ്റൊരു വിഭാഗം ആളുകൾ പറയും ഖറഅതു കിതാബല്ലാഹ് ആമൻതു ബിഹി വസദ്ദഖ്തുഹു, ഞാൻ പരിശുദ്ധ ഖുർആൻ വായിച്ചു, അതിനെ വിശ്വസിച്ചു, സത്യപ്പെടുത്തി. ഞാൻ നിങ്ങളെ ഏതാ പറയും? അല്ലാഹു ആണ് എന്റെ റബ്ബ് എന്ന് നമ്മൾക്ക് ഏത് ആയത്തോണ്ടാ ബോധ്യപ്പെട്ടെ? നമ്മൾക്ക് ഉത്തരം പറയാൻ കഴിയുവാൻ മാത്രം നമ്മുടെ ഉള്ളിൽ എന്താ ഉള്ളത്? എവിടെയാണ് നമ്മൾ വിജയിക്കുക? നമ്മുടെ കർമ്മങ്ങളുടെ അവസ്ഥ എന്താ? നമ്മുടെ ഇൽമിന്റെ അവസ്ഥ എന്താ? ഖുർആൻ ക്ലാസ്സിനൊക്കെ വേണ്ടി എത്ര സമയം നമ്മൾ മാറ്റിവെക്കലേ? ഖുർആൻ പഠിക്കാൻ നമ്മൾ എന്താ മാറ്റിവെക്കല്? നമ്മളിങ്ങനെ അഹ്ലുസുന്നന്റെ ആൾക്കാരാന്നൊക്കെ നമ്മളിങ്ങനെ പറയുന്നല്ലാതെ ആ അഹ്ലുസുന്നയുടെ ആൾക്കാർ എഴുതിയ ഒരു ഖുർആന്റെ പരിഭാഷയെങ്കിലും നമ്മൾ ഇതുവരെ വായിക്കാൻ ആരംഭിച്ചോ? നമ്മളെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുക, വേറെ ആരെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവനവനെ കുറിച്ച് മാത്രം ആലോചിക്കുക, അവനവന്റെ ലെവൽ എന്താന്ന് ആലോചിക്കുക, എന്റെ അറിവിന്റെ കൂടാരത്തിന്റെ വലിപ്പം എന്താന്ന് ആലോചിക്കുക, എന്നിട്ട് സ്വയം പഠിക്കാൻ ആരംഭിക്കുക. നമ്മുടെ രാത്രി നമസ്കാരങ്ങളെ കോലെന്താ? റമളാൻ കഴിഞ്ഞു, അടുത്ത റമളാൻ പടിവാതിലേക്ക് എത്തി. സോമൽ ഫറസ് എന്നൊരു പ്രയോഗമുണ്ട് മുമ്പത്തെ ജാഹിലിയ കവിതകൾ. കുതിരയെ കൊണ്ട് നോമ്പെടുപ്പിക്കുക എന്നാ പറയാം. മരുഭൂമിയുടെ കപ്പൽ എന്നറിയപ്പെടുന്ന ഒട്ടകമാണ്. പക്ഷെ ദീർഘയാത്രകൾക്ക് വേണ്ടി അവർക്ക് ഒട്ടകത്തെ ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല, ഒരുപാട് സമയമാവും ലക്ഷ്യത്തിലേക്ക് എത്താൻ. അതിന് പകരമായിട്ട് അവര് കണ്ട മാർഗം കുതിരകൾ ഉപയോഗിക്കും. ആ കുതിരക്ക് ഒട്ടകത്തെ പോലെ ഭക്ഷണം സജ്ജീകരിക്കാനുള്ള ശാരീരികമായ അവയവങ്ങളൊന്നുമില്ല. പക്ഷെ അതുകൊണ്ട് അവര് യാത്ര പോകുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് കുതിരക്ക് നോമ്പെടുപ്പിക്കും. കുതിരക്ക് ദിവസം ഇടക്ക് മാത്രം ഭക്ഷണം കൊടുത്ത് ഇടക്ക് മാത്രം വെള്ളം കൊടുക്കും. കാരണം യാത്ര തുടങ്ങിയാൽ ഇത് ഇങ്ങനെ ഉണ്ടാവുള്ളൂ എന്ന് കുതിരയെ പരിശീലിപ്പിക്കുകയാണ്. അള്ളാഹു ഒരു മാസം അതേ വാക്കുപയോഗിച്ച് അള്ളാഹ് പറഞ്ഞ സോമ്, അതാണ് നമ്മളല്ല പ്രാക്ടീസ് ചെയ്യിപ്പിച്ച ഒരു മാസം. നിനക്ക് നോമ്പ് പ്രശ്നമല്ല കേട്ടോ, 30 ദിവസം എടുത്തോനാ നീ. ജമാഅത്ത് നിനക്കൊരു പ്രശ്നമല്ല, ബുദ്ധിമുട്ടുള്ള കാര്യമേ അല്ല. തഹജ്ജുദ് പ്രശ്നമല്ല. ഖുർആൻ പാരായണങ്ങൾക്ക് നിനക്ക് സമയമുണ്ട്, തെറ്റെന്ന് മാറി നിൽക്കാൻ നേരമുണ്ട്, നാവിന് നിയന്ത്രിക്കാൻ അറിയാം. ഇങ്ങനെ ഓരോന്നോരോ അള്ളാഹ് നമുക്ക് പ്രാക്ടീസ് ഒരു മാസം. ആ പ്രാക്ടീസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ നമ്മൾ, കഴിഞ്ഞ റമദാൻ കഴിഞ്ഞ് ശവ്വാൽ തന്നെ പുറത്തിറങ്ങിയ ആൾക്കാരാണ് നമ്മളെ കോലെന്താ? റമദാൻ കഴിഞ്ഞിട്ട് നമ്മൾ അവസാനം ഒരു സുന്നത്തോമ്പെടുത്തെന്ന, റമദാൻ കഴിഞ്ഞിട്ട് അവസാനം വിശുദ്ധ ഖുർആനോടെ വിരലോടിച്ചെന്ന, റമദാൻ കഴിഞ്ഞിട്ടൊന്ന് അവസാനമായിട്ട് തഹജ്ജുസ്കരിച്ചെന്ന. അപ്പൊ സുബഹ് 5:57, 5 മണിക്ക് നീച്ചിരുന്ന ആളുകൾ 4:30 എഴുന്നേറ്റ് നമ്മൾ 4 മണിക്ക് എഴുന്നേറ്റ് നമ്മുടെ അവസ്ഥ എന്താ? ഹാസിബു ഖബ്ല അൻ തുഹാസബു, നിങ്ങൾ വിചാരണ ചെയ്യപ്പെടും മുമ്പ് നിങ്ങളെ വിചാരണ ചെയ്യേ. സ്വഹാബാക്കളെ ഊർജം തേനി. റുസ്തം ഇസ്ലാമിന്റെ വലിയ ശത്രുവാണ്.
മുസ്ലിമീങ്ങളുമായി യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന തലേ ദിവസം മുസ്ലിമീങ്ങൾ ടെന്റിലേക്ക് പറഞ്ഞയക്കുന്നു അവർ ചാരസംഘത്തെ. കാരണം അപ്പുറത്തുള്ളത് ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ സംഘമാണ്. ഖാലിദ് റളിയല്ലാഹു അൻഹു പങ്കെടുത്ത യുദ്ധങ്ങൾ പരാജയപ്പെട്ട ചരിത്രമില്ല ഇസ്ലാമിന്. ഉസ്താമിന് ഭയങ്കര അത്ഭുതവും ആശ്ചര്യവും. എന്താണ് മുസ്ലിമീങ്ങളെ വിജയമന്ത്രം, അവരെന്താണ് അവർ സംഘത്തിന് പറഞ്ഞു കൊടുക്കുന്നതെന്ന് അറിയാൻ രാത്രി സംഘം ഇങ്ങനെ വേഷം മാറിപ്പോവുക. പാത്തും പതുങ്ങിയും രാത്രിയുടെ മൂകതയിൽ, ഇരുട്ടിന്റെ ഏകാന്തതയിൽ അവരിങ്ങനെ ടെന്റിലേക്ക് എത്തുമ്പോൾ കാണുന്ന കാഴ്ച വിശ്വാസികളാണ്, പാവപ്പെട്ട കുറച്ച് വിശ്വാസികൾ. പകലിൽ അശ്വാരൂഢന്മാരെ പോലെ പോർക്കളത്തിൽ പോരാടുന്ന ഭയമെന്തെന്ന് മുഖത്ത് പ്രകടമാക്കാത്ത ആളുകൾ. രാത്രി ആരാണവർ? നമ്മളിങ്ങനെ ആധുനികതയുമായി വല്ലാതെ ബന്ധപ്പെടുത്തേണ്ട ഒരു ചരിത്രമാണ്. രാത്രി ചെറിയ കുഞ്ഞിനെ പോലെ നിഷ്കളങ്കമായി കരഞ്ഞുകൊണ്ടിരിക്കുന്നു പല ആളുകളും കൂട്ടത്തിൽ. ചില ആളുകൾ നമസ്കാരത്തിലാണ്, റുക്കൂയിലാണ്, സുജൂദിലാണ്. ചില ആളുകൾ വിശുദ്ധ ഖുർആന്റെ ഏടുകളെടുത്തുള്ള പാരായണങ്ങളിലാണ്. ചില ആളുകൾ ആകാശത്തെ കൈകൾ ഉയർത്തിയുള്ള പ്രാർത്ഥനകളിലാണ്. ഈ സംഘം തിരിച്ചെത്തി റുസ്തമിന്റെ അരികിലേക്ക്. റുസ്തം ചോദിച്ചു, എന്താണ് അവരെ വിജയത്തിന്റെ രഹസ്യം? നമ്മൾക്ക് എങ്ങനെ അവരെ പരാജയപ്പെടുത്താൻ പറ്റും? റുസ്തമിനോട് സംഘം പറഞ്ഞു, റുസ്തം, നിനക്ക് അവരെക്കാളും ആധുനികത ഏറെയുണ്ട്, നിനക്ക് ഭൗതിക സൗകര്യങ്ങൾ ഏറെയുണ്ട്, നിനക്ക് ഒരുപാട് യുദ്ധമുണ്ട്, യുദ്ധക്കോപ്പുകളുണ്ട്, പടയാളികളുണ്ട്, സൈന്യമുണ്ട്. പക്ഷേ റുസ്തം, നിനക്കില്ലാത്തതെന്തോ അതവർക്കേറെയുണ്ട്. റുസ്തം, അവർക്കുള്ളതെന്തോ നിനക്കതൊട്ടില്ല. നിനക്കില്ലാത്തതെന്തോ അതവർക്കേറെയുണ്ട്, അവർക്കുള്ളതെന്തോ നിനക്കതൊട്ടുമില്ല. അതിന്റെ പേര് ഈമാൻ. നമ്മളിങ്ങനെ മുസ്ലിമീങ്ങൾ എങ്ങനെയാണ് നാം നശിപ്പിക്കുക എന്നുള്ള ചോദ്യങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഘത്തെ പറഞ്ഞേക്കാൻ രാത്രി നമ്മളെ വീട്ടിൽ ആലോചിച്ചോളി. രാത്രി 2 മണിയായാലുണ്ടാവും 8 വയസ്സുകാരന്റെയും 80 വയസ്സുകാരന്റെയും കയ്യിൽ മൊബൈൽ. ആ ലോകത്തേക്ക് നമ്മൾ തളച്ചിട്ടപ്പെട്ടു. നമ്മളതിൽ ലോക്കായി. നമ്മൾക്ക് വേറെ ഒന്നും വേണ്ട. നമ്മുടെ ബുദ്ധിയും നമ്മുടെ ചിന്തയും നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമയങ്ങളും എല്ലാം നമ്മൾ തീർത്തുകൊണ്ടിരിക്കുന്ന ചതുരപ്പെട്ടിന് മുമ്പിലാണ്. നാളെ പരലോകത്തേക്ക് എത്തുമ്പോൾ ഒരു അടിമന്റെ കാൽപാദ മുമ്പിലേക്ക് എടുത്തു വെക്കാൻ പറ്റുകയില്ല. ഒന്ന്, അവന്റെ ആയുസിനെ കുറിച്ച് അള്ളാഹുവിന്റെ ചോദ്യമുണ്ട്, അവന്റെ ഒഴിവ് സമയങ്ങളെ കുറിച്ചുള്ള ചോദ്യമുണ്ട്, അവന്റെ യുവത്വത്തെ കുറിച്ചുള്ള ചോദ്യമുണ്ട്, അവൻ സമ്പാദിച്ച സമ്പാദ്യങ്ങളെ കുറിച്ചുള്ള ചോദ്യമുണ്ട്. നമ്മളെന്തു പറയും? നമ്മുടെ ജീവിതം കുറച്ചും കൂടെ അർത്ഥവത്താക്കുക. പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയിൽ ഒരിടം കിട്ടാൻ മാത്രം എന്താ ചെയ്തു വെച്ചേ? നമ്മൾ പറയും, ഞാൻ മരിക്കുമ്പോ എല്ലാവരും കരയോ? നമ്മൾ എത്ര മരണവാർത്ത കേട്ട ആൾക്കാർ. നമ്മളെ മരണവാർത്ത കേട്ട് എത്ര പേരാ കരഞ്ഞു? നമ്മൾ കുറേ മരണവാർത്ത കേട്ടു. എത്ര മരണവാർത്ത കേട്ടപ്പോഴും ഞെട്ടി. എത്ര പേർക്ക് വേണ്ടിയാ ഉള്ളിന്റെ ഉള്ളെന്ന് അല്ലാഹു മഗ്ഫിർ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ച്? ഒക്കെ കുറവേ കാരണം. അവര് മരിച്ച് വർഷങ്ങൾക്ക് ഇപ്പുറവും നമ്മുടെ പ്രാർത്ഥനാ നേരങ്ങളിൽ ഒരു 3 ആളെ പേര് വരുന്നുണ്ടോ? അതും ഉണ്ടാവില്ല ചിലപ്പോൾ. അങ്ങനെ ഉണ്ടാകാൻ മാത്രം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത്രയേറെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ കാരണം. നാളെ നമ്മൾ മരിക്കുമ്പോൾ ആരൊക്കെ അറിയാം? നമ്മളെ മക്കളുടെ കാര്യം തോന്നുന്നുണ്ട് നമുക്ക്. ചിലപ്പോൾ രക്തബന്ധം പോലും അല്ലാത്ത മനുഷ്യര് വാവിട്ട് കരയുന്ന കാഴ്ചയാണ്. രക്തബന്ധങ്ങൾക്ക് പോലും ചിലപ്പോൾ അത്ര സ്നേഹം ഉണ്ടാവില്ല. നമ്മൾ മരിച്ച ഉള്ളിൻ്റെ ഉള്ളിന്ന് ഗദ്ഗതമായിട്ട് അല്ലാഹു മഗ്ഫിർ ലഹു വർഹംഹു എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ടാവും? അവരെ പ്രാർത്ഥനാ നേരങ്ങൾ കടന്നു വരാൻ മാത്രം നമ്മൾ എന്താണ് ആൾക്കാർക്ക് ചെയ്തു കൊടുത്ത്? എന്താണ് നമ്മുടെ ജീവിതം കൊണ്ട് അർത്ഥവത്തായ ഒരു കാര്യമുള്ളത്? ഇഖ്ലാസ് ഉള്ള ആളുകളായിട്ട് നമ്മൾക്ക് മാറാൻ പറ്റണം. ഇഖ്ലാസ്, അല്ലാഹ് മാത്രം അറിയുന്ന കർമ്മത്തിന്റെ വക്താക്കളാവുക. വേറെ ഒരാളെ അറിയിക്കേണ്ട. ദിവസ വരുമാനങ്ങളുടെ മാസ വരുമാനങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒരു 500 രൂപ മാറ്റി വെച്ചാൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു യത്തീമിന്റെ സ്കൂൾ ഫീസ് അടച്ചു പോവാം. ഏതെങ്കിലും ഒരു വീട്ടിൽ 10 ദിവസം അടുപ്പ് പുകയാണെങ്കിലും ആ പൈസ ഉപകാരപ്പെടും. അത് ആരും അറിയരുത്. ഒരാളും അറിയാത്ത നന്മകൾ നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടോ എന്നാണ് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആലോചിക്കേണ്ടത്. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സ്വർഗം സ്വീകരിക്കലും ആ സ്വർഗത്തിൽ പ്രവേശിക്കലും ആവണം. ആ സ്വർഗത്തിലേക്ക് എത്തുന്നത് വരെ വിശ്രമമില്ലാതെ പണിയെടുത്തുകൊണ്ടേയിരിക്കണം. ആ സ്വർഗത്തിലെത്തിയ ആളുകളോട് അള്ളാഹ് ചോദിക്കുന്ന ചോദ്യം, തുരീദൂന ശൈഅൻ അസീദുക്കും, നിങ്ങൾക്ക് ഇനി വല്ലതും വേണോന്ന്? ഇനി വല്ലതും ആവശ്യമുണ്ടോ? സ്വർഗവാസികൾ പറയും, അലം തുബയ്യിദു വുജൂഹന, പടച്ചോനെ ഞങ്ങളുടെ മുഖം ഇതാ പ്രകാശം പോലെ വെട്ടിത്തിളങ്ങുന്നു.
അലം തുദ്ഖിൽനൽ ജന്ന, ഞങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് നീ പ്രവേശിപ്പിച്ചു. വതുനജ്ജീനാ മിനന്നാർ, ഞങ്ങളെ നരകത്തിൽ നീ രക്ഷപ്പെടുത്തി. ഇതിനു മേൽ ഞങ്ങൾക്ക് ഇനി എന്തു കിട്ടാനാണ് റബ്ബേ? ഈ അനുഗ്രഹങ്ങളുടെ പാരാവാരത്തിൽ ഞങ്ങൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്നു. ഇനി ഞങ്ങൾക്ക് എന്തു കിട്ടാൻ? ഞങ്ങൾക്ക് എല്ലാം കിട്ടി, ഇനി എന്താണ് വേണ്ടത്? ഇനി ഒന്നും വേണ്ട. പക്ഷെ അവിടെയാണ് അള്ളാഹു സ്വർഗവാസികൾക്ക് കൊടുക്കുന്ന ഏറ്റവും മനോഹരമായ, ഏറ്റവും സുന്ദരമായ നിമിഷം വരും. അത് റസൂലുള്ള പഠിപ്പിച്ച പോലെ ഒരിക്കൽ പൗർണമി പൂത്തുലഞ്ഞു നിൽക്കുന്ന രാത്രി റസൂൽ സ്വഹാബാക്കളുടെ കൂടെ യാത്ര ചെയ്യാം. റസൂൽ ചന്ദ്രനെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗന ഹാദൽ ഖമർ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും ഇന്ന് നിങ്ങൾ ഈ ചന്ദ്രനെ കാണുന്ന പോലെ. ആ സ്വർഗവാസികളുടെയും അള്ളാഹുവിന്റെയും ഇടയിൽ നിന്ന് ഇങ്ങനെ മറ ഇങ്ങനെ നീങ്ങും. ആ നിമിഷം എത്ര സുന്ദര, എത്ര കൺകുളിർമയുള്ളത്, എത്ര സംതൃപ്തിയുള്ളത്, എത്ര സായുജ്യമുള്ളത്. നമ്മൾ ജനിക്കുന്ന മുമ്പേ സ്നേഹിച്ച ഒരാൾ, ഉമ്മയുടെ സ്നേഹത്തിന്റെ 70 ഇരട്ടി നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾ, നമ്മളെ ഏറ്റവും നന്നായി മനസ്സിലാക്കിയ ഒരാൾ, നമ്മൾ പ്രാർത്ഥിക്കാതെ പോലും നമ്മുടെ മനസ്സിന്റെ ആവശ്യങ്ങളെയും നമ്മുടെ സങ്കടങ്ങളെയും അറിയുന്ന ഒരാൾ, നമ്മളെ ജീവന തുല്യം സ്നേഹിക്കുന്ന റബ്ബിനെ കൺകുളിർക്ക കാണുന്ന ഒരവസ്ഥ, അതിനോളം വലിയ അനുഭൂതി എന്താ ഉള്ളത്? അത് ലഭിക്കണം. എന്തിനാണ് നമ്മൾ പ്രവർത്തിക്കണമെന്ന് വെച്ചാൽ വജ്ഹുല്ലാ, അള്ളാഹുവിന്റെ പ്രീതി, അള്ളാഹുവിന്റെ തൃപ്തി. കുറച്ചും കൂടി നമ്മൾ സിമ്പിൾ ആക്കിയിട്ട് വജ്ഹന്നെ വെച്ചോളി, അള്ളാഹുവിന്റെ മുഖം. എനിക്ക് അള്ളാഹിന്റെ മുഖം കാണണം, എനിക്ക് എന്റെ റബ്ബിനെ കാണണം. എന്റെ റബ്ബിനെ കാണാൻ എനിക്ക് ആകെയുള്ള മാർഗം സ്വർഗത്തേക്ക് എത്തണം. അതുകൊണ്ട് ആ സ്വർഗത്തിലേക്ക് എത്താനുള്ള കർമ്മങ്ങളുടെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. എനിക്ക് നരകം വേണ്ട. വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബ 24-ാമത്തെ വചനത്തിൽ നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യം, നിങ്ങൾക്ക് പ്രിയമുള്ളത് അല്ലാഹു ആണോ റസൂലാണോ, അവന്റെ മാർഗത്തിലെ ധർമ്മ പോരാട്ടങ്ങളാണോ? അതല്ല. ഖുൽ ഇൻ കാന ആബാഉകും വബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിനു തർളൗനഹാ. നിങ്ങൾക്ക് ഏറ്റവും പ്രിയം നിങ്ങളുടെ പിതാക്കളാണോ, നിങ്ങളുടെ മാതാപിതാക്കളാണോ, നിങ്ങളുടെ സഹോദരങ്ങളാണോ, നിങ്ങളുടെ കുടുംബമാണോ, നിങ്ങളുടെ ഭാര്യമാരാണോ, നിങ്ങളുടെ കച്ചവടമാണോ, നിങ്ങളുടെ വീടാണോ, നിങ്ങളുടെ സമ്പത്താണോ എന്നല്ല ചോദിക്കുക. നിങ്ങൾക്ക് ഇതാണ് ഏറ്റവും പ്രിയമെങ്കിൽ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി ഫതറബ്ബസു, നിങ്ങൾക്ക് ഇതാണ് ഏറ്റവും പ്രിയമെങ്കിൽ നിങ്ങൾ കാത്തിരിക്കണം. ഹത്താ യഅതി അല്ലാഹു ബിഅംരി, അല്ലാഹു അവന്റെ കാര്യം നടപ്പിൽ വരുത്തുന്നവരെ നിങ്ങൾ കാത്തിരിക്കുക. അല്ലാഹ് ദുർമാർഗികളായ തെമ്മാടികളായ ഒരാളെയും നേർമാർഗത്തിലാക്കൂല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. റസൂലുള്ളാഹിയുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്വഹാബി, പ്രവാചകന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന, പ്രവാചകന്റെ വീട്ടിൽ പണിക്കുണ്ടായിരുന്ന റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി. കുറെ കാലമായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ഒരാൾ പണിക്കുന്ന നമ്മൾ ചോദിക്കും, എന്തെങ്കിലും ആവശ്യമുണ്ടോ? റസൂൽ ചോദിച്ചു, സലിയാ റബിയ ചോദിക്കുക, എന്താ വേണ്ടി? കുറെ ആവശ്യങ്ങളുണ്ട് റബിയയുടെ മുന്നിൽ. വീടായിട്ടില്ല, സമ്പത്തില്ല, വരുമാനമില്ല. കുറെ ആലോചിച്ച് അദ്ദേഹം പറഞ്ഞു ഒറ്റ വാചക, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. റസൂലേ, നിങ്ങളെ കൂടെ സ്വർഗ്ഗത്തിലൊരിടം, നിങ്ങളെ കൂടെ സ്വർഗ്ഗത്തിലിടം. ഇപ്പൊ നിങ്ങൾ എന്റെ കൺമുമ്പിലുണ്ട്, നിങ്ങൾക്കെല്ലാം എനിക്ക് ചെയ്തുതരാൻ പറ്റുന്നുണ്ട്. പക്ഷേ നാളെ നിങ്ങൾ റസൂലാണ്, നിങ്ങൾ സ്വർഗത്തിന്റെ വലിയ ഉന്നതമായ പദവിയിലാകും. ഞാനൊക്കെ സ്വർഗത്തിലാണെങ്കിൽ ഞാൻ കുറെ താഴെയാകൂലേ, എനിക്ക് അവിടെ നിന്ന് നിങ്ങളെ കാണണം നബിയെ. ആ ഒയിറദാലി റബിയ വേറെ ഒന്നുമില്ലേ? അത് മാത്രം മതി, വേറെ ഒന്നും എനിക്ക് ആവശ്യമില്ല, എനിക്കത് മാത്രം. റബിയ സുജൂദ് അധികരിപ്പിക്കൂ എന്ന് പറഞ്ഞു, സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിക്കുക എന്ന് പറഞ്ഞു. റസൂലുള്ളാഹിയുടെ മേൽ സ്വലാത്തുല്ല. നമ്മളിങ്ങനെ കുറെ നാരിയ സ്വലാത്ത്, മജ്ലിസുന്നൂർ, മറ്റേ മറിച്ചാണ്. നമുക്ക് സ്വലാത്തന്നല്ല. റസൂലിനെ നമ്മുടെ നാവിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് ഇബ്രാഹിമിയ സ്വലാത്ത് പതിവാക്കി ചൊല്ലണം. നമ്മുടെ ഈമാന്റെ അടയാളമാണത്. നമ്മൾക്ക് റസൂൽ ഇഷ്ടമാണ് എന്ന അടയാളമാണത്. റസൂലിന്റെ കൂടെ സ്വർഗത്തിൽ സാമീപ്യം കിട്ടാനുള്ള കാരണമാണത്. റസൂലിന്റെ ശഫാഅത്ത് കിട്ടാനുള്ള കാരണമാണത്. നാളെ ആളുകൾ ആദം നബിയുടെ അരികിലേക്ക് പോകും. ഞങ്ങൾക്ക് വേണ്ടി റബ്ബിനോടൊന്ന് പറയുമോ? ആദം നബി പറയും, നൂഹ് നബിയോട് പറയൂ. നൂഹ് നബി പറയും, എനിക്കാവില്ല, എനിക്കറിയില്ല. ഇതാ പ്രവാചകന്മാരുടെ നേതാവായി ഇബ്രാഹിം നബിയുടെ അരികിലേക്ക് പോകൂ.
ഇബ്രാഹിം നബി പറയും, ഇല്ല, എനിക്കാവില്ല, എനിക്ക് അവസരങ്ങളില്ല. നിങ്ങൾ കലിമത്തുള്ളാഹിയായ കലീമുള്ളാഹിയായ ഇബ്രാഹിം നബി, നിങ്ങൾ മൂസാ നബിന്റെ അരികിലേക്ക് ചെല്ലൂ. മൂസാ നബി പറയും, എനിക്കും കഴിയില്ല, നിങ്ങൾ മുഹമ്മദ് നബിന്റെ അരികിലേക്ക് ചെല്ലൂ. റസൂലുള്ളാഹി നമ്മൾക്ക് വേണ്ടി ശഫാഅത്ത് കിടക്കുക 1-2 ദിവസമല്ല, വർഷങ്ങളോളം സുജൂദിൽ കിടക്കും. റസൂലുള്ളാഹി കാന മിഖ്ദാറു 50000 സന, പരലോകത്തിന്റെ ഒരു ദിവസത്തിന്റെ ദൈർഘ്യം 50000 വർഷത്തിന്റെ ദൈർഘ്യമാണ്. ആ 50000 വർഷ ദൈർഘ്യമുള്ള ഒരു ദിവസം, അതേപോലെയുള്ള ഒരുപാട് വർഷം റസൂൽ സുജൂദിൽ കിടക്കും. അല്ലാഹു റസൂലയോട് മുഹമ്മദ് എഴുന്നേൽക്കുക, എന്റെ ആവശ്യം പറയുക. റസൂലേ, എന്റെ ഉമ്മത്തിന് സ്വർഗ്ഗം കിട്ടണം. എല്ലാ പ്രവാചകന്മാർക്കും ലികുല്ലി നബിയിൻ ദഅവ, എല്ലാ പ്രവാചകന്മാർക്കും പ്രാർത്ഥനയുണ്ട്. മുസ്തജാബുന് ഉത്തരം കിട്ടുന്ന ഒരു പ്രാർത്ഥന. എല്ലാ ലോകത്തെ കടന്നു വന്ന എല്ലാ പ്രവാചകന്മാരും ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചവരാണ്. പക്ഷേ നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രാർത്ഥന നീട്ടിവെച്ചു, ആ പ്രാർത്ഥന മാറ്റിവെച്ചു. നാളെ ഉമ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ മാറ്റിവെച്ചു. റസൂലേ, സ്വഹാബാക്കളോട് പറയാം, ഞാൻ എന്റെ സഹോദരങ്ങളെ കാണാൻ വല്ലാതെ ആഗ്രഹിക്കുന്നു. സ്വഹാബാക്കൾ ചോദിച്ചു, റസൂലേ, ഞങ്ങളല്ലേ അങ്ങയുടെ സഹോദരങ്ങൾ? റസൂൽ പറഞ്ഞു, അല്ല, നിങ്ങൾ എന്റെ സ്വഹാബാക്കളാണ്. എന്റെ ഇഖ്വാനികൾ, എന്റെ സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ അവരെന്നെ കാണാതെ എന്നെ വിശ്വസിച്ച ആളുകളാണ്. എന്നെ കാണാതെ എന്റെ വാക്കുകൾക്ക് വില തരുന്ന ആളുകൾ, എന്നെ കാണാതെ എന്റെ ജീവിതം പോലെ ജീവിതമാക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ. അവരെ എനിക്ക് കാണാൻ വല്ലാതെ പൂതിയാകുന്നു. അബൂ ഹുറൈറ ചോദിച്ചു, റസൂലേ, താങ്കൾ അവരെ കാണുമോ? റസൂൽ പറഞ്ഞു, അതെ, ഞാൻ അവരെ കാണും. സ്വർഗത്തിൽ വെച്ച് അവരെ കാണും. ഹൗദുൽ കൗസറിന് വെള്ളം കോരി കൊടുക്കുമ്പോ ഞാൻ അവരെ കാണും. റസൂലേ, അവിടെ പല ജനങ്ങളുണ്ടാകുമല്ലോ, നിങ്ങളുടെ ഉമ്മത്താണ് അവരെന്ന് എങ്ങനെയാണ് തിരിച്ചറിയുക? റസൂൽ കൊടുത്തു, ഉളുവെടുത്ത അതിന്റെ അടയാളമായി എന്റെ ഉമ്മത്തിലെ ആളുകളുടെ അവയവങ്ങൾ വെട്ടിത്തിളങ്ങിക്കൊണ്ടേയിരിക്കും. എനിക്കതിലൂടെ എന്റെ ഉമ്മത്തിനെ മനസ്സിലാകും. ഉമർ റസൂൽ അരികിലേക്ക് വന്നു, റസൂലേ, എനിക്ക് ഞാൻ കഴിഞ്ഞാ പിന്നെ ഏറ്റവും ഇഷ്ടം താങ്കളെ ആട്ടോ. റസൂൽ പറഞ്ഞു, ഉമറേ, അങ്ങനെയല്ലോ, തിരുത്തണം. നിന്നെക്കാളും ഏറെ നീ എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ നീ മുസ്ലിം ആവൂല, എന്റെ വിശ്വാസം പൂർണ്ണമാകൂല. റസൂലെ തിരുത്തി, എനിക്ക് ഈ നിമിഷം മുതൽ താങ്കളാണ് ഏറ്റവും പ്രിയം. ഉമ്മയല്ല, വാപ്പയല്ല, കുടുംബമല്ല, മക്കളല്ല, എനിക്ക് നിങ്ങൾ. ആ റസൂല് മരണപ്പെട്ട് നിൽക്കുന്ന ദിവസം വാൾ ഊരിപ്പിടിച്ച് നിൽക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനിന്റെ വലുപ്പത്രയാണ്. ആ മാനസികാവസ്ഥയെ നമ്മൾ ഏത് തൂലിക കൊണ്ടാണ് എഴുതി ഫലിപ്പിക്കുക? ഞാൻ നിൽക്കുന്നില്ല മദീനയിൽ, അബൂബക്കർ എനിക്ക് പോകാൻ അനുമതി നൽകണം അബൂബക്കർ, റസൂലില്ലാത്തൊരു മദീനയിൽ ഞാൻ ഇല്ല അബൂബക്കർ. അതാരാ? ബിലാൽ ഇബ്നു റബാഹ. ബിലാൽ റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട സ്വഹാബിയാണ്. ഉമയ്യത്തിന്റെ ഭരണത്തിന്റെ കീഴിൽ ഉമയ്യത്തിന്റെ കിങ്കരന്മാരെ പ്രഹരങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ ബിലാലിനെ സംരക്ഷിക്കാൻ റസൂലിന് കഴിഞ്ഞില്ല. ദയോടുകൂടി ബിലാൽ ക്ഷമിക്കൂ എന്ന് പറഞ്ഞ് മടങ്ങിപ്പോയി റസൂൽ. പക്ഷേ പിന്നെ ഒരു അവസരം കിട്ടി, മക്കയുടെ ചെങ്കോലും കിരീടവും കിട്ടി. ആരാണ് കഅബക്ക് മുകളിൽ കയറി ബാങ്ക് വിളിക്കുക എന്നുള്ള തെരച്ചിലിൽ റസൂൽ ചോദിക്കുന്ന ചോദ്യം, ഐന ബിലാൽ, എന്റെ ബിലാൽ എവിടെയെന്നാ. ആ ബിലാലിന്റെ കൈകളിലേക്ക്, കറുത്ത കാപ്പിരിയായ ബിലാലിന്റെ കൈകളിലേക്ക് കഅബയുടെ റസൂൽ അനുവാദം കൊടുത്ത്, എന്റെ ചുമലിൽ ചവിട്ട് നീ ബാങ്ക് കൊടുക്കൂ ബിലാൽ എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ഒന്നാമത്തെ മുഅദ്ദിനാക്കി ബിലാലിന് അഡ്രസ് ഉണ്ടായി കൊടുത്ത റസൂലുള്ളാഹിയാണ്. ആ ബിലാൽ പറയുന്നു, റസൂലില്ലാത്തൊരു മദീനയിൽ ഞാനില്ല. നമ്മൾക്ക് എത്ര ഇഷ്ടമുണ്ട്. നമ്മൾ വെറുതെ ആലോചിക്കുക, നമ്മുടെ ഉമ്മാനേക്കാൾ ഇഷ്ടം റസൂലിനുണ്ടോ? ഇപ്പാനേക്കാളുണ്ടോ? മക്കളെക്കാളുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ വിശ്വാസിയല്ല, നമ്മുടെ വിശ്വാസം പൂർണ്ണല്ലാന്ന്. റസൂൽ മറ്റൊരു ഭാഗത്ത് പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഉ തബഅൻ ലിമാ ജിഅ്തു ബിഹി. നിങ്ങളുടെ വിശ്വാസം പൂർണ്ണമാവുകയില്ല ഞാൻ കൊണ്ടുവന്നതിനെ നിങ്ങൾ ഫോളോ ചെയ്യാത്ത കാലത്തോളം. റസൂൽ കൊണ്ടുവന്ന ഖുർആനും ഹദീസും അതിനെ നമ്മൾ ഫോളോ ചെയ്യാത്ത കാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ വ്യവഹാരങ്ങൾ, ഇതിനേക്കാളും മുകളിൽ നമ്മൾക്ക് ഉണ്ടാവേണ്ട പ്രിയം, എന്റെ റബ്ബിന് എന്താ ഇഷ്ടം, എന്റെ റസൂലിന് എന്താ ഇഷ്ടം, അതാണ് എന്റെ ഇഷ്ടം എന്നുള്ളതാണ്. നമ്മുടെ ഇഷ്ടം സ്വർഗമാകട്ടെ. ആ സ്വർഗത്തിന് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നവരായിട്ട് മുന്നോട്ട് പോകാൻ നമ്മൾ ആത്മാർത്ഥമായി പണിയെടുത്തുകൊണ്ടേയിരിക്കുക, കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുക. ജീവിതത്തിൽ എപ്പോഴാണ് മരണം പിടികൂടുക എന്നറിയില്ല. ശരി, എപ്പോൾ പിടികൂടിയാലും ഞാൻ നന്മയിലായിരിക്കും.
നമ്മളെ മരണപ്പെട്ട ശേഷം ഈ ലോകം അറിയേണ്ടത് നമ്മുടെ നന്മയാണ്, തിന്മ അറിയരുത്. നമ്മളെ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ആരാവും തുറന്നു നോക്കുക? നമ്മുടെ ഫോട്ടോ കാണാൻ വേണ്ടി ഇങ്ങനെ നമ്മുടെ ഉമ്മ മൊബൈൽ തുറക്കുമ്പോൾ ചിരിക്കുന്ന ഫോട്ടോകൾക്കപ്പുറത്തുകൂടെ ഇങ്ങനെ വിരൽ സ്ക്രോൾ ചെയ്യപ്പെടുമ്പോൾ ഉമ്മാന്റെ കൈ അറിയാതെ സ്റ്റെക്കായാൽ, നമ്മൾ അയച്ച ഏതോ മെസ്സേജിലോ നമ്മൾ എടുത്തു വെച്ച ഏതോ ഫോട്ടോയിലോ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഏതോ വീഡിയോയിലോ ഉമ്മാന്റെ കൈ സ്റ്റെക്കായാൽ, പള്ളിയിൽ പോയിരുന്ന എൻ്റെ കുട്ടി ഇങ്ങനെ ആയിരുന്നു, എന്നോട് മധുരസല്ലാപങ്ങൾ നടത്തിയ എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം ഇങ്ങനെ ആയിരുന്നു, എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ എൻ്റെ ഭാര്യ ഇങ്ങനെയായിരുന്നു, എവിടെയാണ് നമ്മൾ? പിന്നെ അവരെ ചുണ്ടെന്ന് ആത്മാർത്ഥമായി നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥന പോലും വരൂല. ഹറാമുകൾ ഹലാലായിക്കൊണ്ടിരിക്കുന്ന, വ്യഭിചാരങ്ങൾ സുലഭമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ. അവിഹിത ബന്ധങ്ങൾക്ക് ഇന്നൊരു കുറവുമില്ല. 10ാം ക്ലാസ് 30 കൊല്ലം കഴിഞ്ഞ ടീം ഗെറ്റ് ടുഗദർ വെക്കുക, അതിന് തെറ്റൊന്നും പറയുന്നില്ല. 50 കഴിഞ്ഞവരും 40 കഴിഞ്ഞവരൊക്കെ പാടെ ഒരുമിക്കുക, എന്നിട്ട് അവിടുന്ന് പണ്ടുണ്ടായിരുന്ന പ്രണയങ്ങളൊക്കെ പാടെ പൊട്ടി മുളക്കുക. എന്നിട്ട് സ്വന്തം വീടും വേണ്ട, വീട്ടുകാരും വേണ്ട, കുടുംബക്കാരും വേണ്ട, മക്കളെയും നോക്കണ്ട, 24 മണിക്കൂർ മൊബൈലും കൊണ്ട് കുത്തിർക്കുക. ഇവരൊന്നിച്ച് യാത്രകൾ പോവുക, അതൊക്കെ മഹറമാ. ഒരു ഭാര്യ മെസ്സേജ് ഇട്ട് പറയാം, ഭർത്താവിനിപ്പോ ഞങ്ങളെയും വേണ്ട, ഞങ്ങളെ മക്കളെയും വേണ്ട, മക്കളെയൊക്കെ ഞാൻ പോറ്റി വലുതാക്കിയില്ല, ഇനി ഓലായി ഓല പാടായി, എനിക്ക് ഓല കാര്യം നോക്കാനാവൂല എന്ന് പറഞ്ഞ അയാളിപ്പോ പഴയ കാമുകിന്റെ കൂടെയാണ്. തിന്നാൻ തന്നീന്റെ പേരിൽ വാപ്പയോട് ചൂടായാൽ അത് മോശമാകുമോ എന്നുള്ള പേരിൽ സഹിച്ച് മാതാപിതാക്കള് കാരണം മക്കൾ നാണം കെടുന്ന ഗതി. മക്കള് കാരണം മാതാപിതാക്കൾ നാണം കെടുന്ന കാലഘട്ടവും കഴിഞ്ഞെന്ന് തോന്നുന്നു. അതിന്റെ അപ്പുറത്തൊക്കെ മാറണേ. മാതാപിതാക്കൾ കാരണം മക്കൾ നാണം കെടുക. ഞാനൊരു സ്കൂൾ അധ്യാപകനാണ്. എൻ്റെ ക്ലാസ്സിൽ ഉമ്മാന്റെ മഹത്വവും വാപ്പാന്റെ മഹത്വവും പറഞ്ഞ എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത കുറച്ച് മക്കളുണ്ട്. ഉമ്മ വേറൊരുത്തന്റെ കൂടെയും ഉപ്പ വേറൊരുത്തിൻ്റെയും കൂടെ പോയി 6 മക്കൾ അനാഥരായതിൽ 6 മൂത്തവൻ പഠിക്കുന്ന എൻ്റെ ക്ലാസ്സിൽ ഞാൻ ആ കുട്ടിൻ്റെ മുമ്പ് പോയി കാണ്ട് ഏത് വാപ്പാന്റെ മഹത്വം പറഞ്ഞു കൊടുക്കണ്ടേ, ഏത് ഉമ്മാന്റെ സ്നേഹത്തെ കുറിച്ചാണ് പറഞ്ഞു കൊടുക്കണ്ടേ? നമ്മുടെ കുടുംബങ്ങൾ സംഭവിക്കുന്ന എല്ലാ മൂല്യച്യുതികളുടെയും എല്ലാ കുറ്റങ്ങളുടെയും സങ്കടങ്ങളുടെയും ഭാരം പേറേണ്ടി വരുന്ന ഈ പിഞ്ചു മക്കളാ. ഒന്നരാടം ലീവാകുന്ന ഒരു കുട്ടിയുണ്ട്. എന്താണ് പ്രശ്നം? ഉമ്മ പറഞ്ഞു, സർ കേസ് നടന്നുകൊടുക്കുക, കുട്ടിനെ ആരെ കൂടെ വിടണം എന്നുള്ള കേസ് എടുക്കുക. ആ കുട്ടിന്റെ മാനസികാവസ്ഥന്റെ അവസ്ഥ എന്താ? പണ്ടൊക്കെ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഡിവോഴ്സുകൾ കുറവേനി. അതിന്റെ കാരണം അന്വേഷിച്ചോളി. അന്ന് മനുഷ്യന്മാരുടെ ആത്യന്തികമായ പ്രശ്നം പട്ടിണിയാണ്. ആ പട്ടിണി എന്ന പ്രഥമമായ പ്രശ്നം പരിഹരിക്കപ്പെട്ടതോടുകൂടി പിന്നെ ബാക്കി എല്ലാം പ്രശ്നങ്ങളായി. നമുക്ക് നിസ്സാരമായതിന്റെ പേരിലൊക്കെ മനുഷ്യന്മാര് പിണങ്ങാൻ തുടങ്ങി, തർക്കങ്ങൾ വരാൻ തുടങ്ങി, ഭൂകമ്പങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. കൂടുമ്പോൾ ഇമ്പമുള്ളെന്നുള്ള കുടുംബം അത് മാറി കൂടുമ്പോൾ ഭൂകമ്പമുള്ളതായി. കുറച്ച് കഴിഞ്ഞപ്പോൾ പൗല്ല, കൂടുമ്പോൾ കമ്പനം പോലില്ല. കുടുംബങ്ങളൊക്കെ നിശ്ചലമായി കൊണ്ടിരിക്കുന്ന ദയനീയമായ കാലഘട്ടം. ആരും വേണ്ട, ആർക്കും ഒന്നിനും നേരല്ല. സ്വാർത്ഥത നമ്മളെ വല്ലാതെ പിടികൂടിക്കൊണ്ടിരിക്കുന്നു. നമ്മളോട് മത്സരിക്കുക, സമൂഹത്തിനോട് മത്സരിക്കണ്ട. ഇന്നലേക്കാളും പുരോഗമനമുള്ള ഒരാളാവട്ടെ ഇന്ന് ഞാൻ. 1% എനിക്ക് മാറ്റം ഉണ്ടാകട്ടെ. ഞാൻ അവസാനിപ്പിക്കണം, സമയമായി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകമുണ്ട്, മാ നദിംതു അലാ ഷൈഇൻ, ഒരു കാര്യത്തെക്കുറിച്ചും എനിക്ക് സങ്കടം ഉണ്ടായിട്ടില്ല. നദമി, എന്റെ ദുഃഖം അലാ യൗമിൻ, ഒരു ദിവസത്തെ കുറിച്ചാണ്. അന്ന് ഉറബ്തു ശംസ്, സൂര്യ അസ്തമിച്ചു. ഖറബ ഫീഹി അജലി, ഞാൻ എൻ്റെ മരണത്തിലേക്ക് അടുത്തു. വലം യസിദ് ഫീഹി അമലി, പക്ഷെ അന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അള്ളാഹു എനിക്കൊരു ദിവസം നൽകിയിട്ട് ആ ദിവസത്തിൽ എൻ്റെ സ്വർഗത്തിന് വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും ദുഃഖമുള്ള ദിവസം എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. നമ്മളെ പറ്റി ആലോചിക്കുക, എന്താണ് മാറ്റം, എവിടെയാണ് നമ്മൾ? ആ ഒട്ടകത്തിന്റെ കഥയിലേക്ക് തിരിച്ചു വരാം. എവിടെയാണ് നമ്മൾ? ചെയ്യാമായിരുന്നിട്ടും പലതും നമ്മൾ എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? അള്ളാഹു നമ്മളിങ്ങനെ ഒരു തീപ്പെട്ടിക്കൊള്ളി ഒരു വലിയ കണ്ടെയ്നറിനുള്ളിൽ ഇങ്ങനെ കൊണ്ടുപോകണം. ആലോചിച്ച് നോക്കി, ആ കണ്ടെയ്നറിൽ പിന്നെയും കുറേ സ്ഥലമുണ്ട്.
നമ്മൾക്ക് അല്ലാഹ് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വഹിക്കാനുള്ള പ്രാപ്തി നൽകി. പക്ഷെ നമ്മളൊക്കെ ഒന്നും ഏറ്റെടുക്കാനുള്ള സമയവും സന്ദർഭം നമ്മൾ കണ്ടെത്തണില്ല. നമ്മളായി നമ്മുടെ ജോലിയായി ആ ഇട്ടാവട്ടത്തോട് നമ്മൾ ഇങ്ങനെ പോവുക. എന്ന് മാറ്റം വരണം. സമൂഹത്തിലേക്ക് ഇറങ്ങണം. നാളെ നരകത്തിൽ കത്തിരിയുന്ന ആൾക്കാരോട് പറയും, മാ സലക്കക്കും ഫീ സഖർ, നിങ്ങൾ എന്താ നരകത്തിൽ പെടാൻ കാരണം? ഒന്നാമത്തെ മറുപടി, ഖാലു ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ല. ഒന്നാമത്തെ വാക്ക്. രണ്ടോ, വലം നകു നുത്ഇമുൽ മിസ്കീൻ, ഞങ്ങൾ പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തില്ല. അതിന്റെ അർത്ഥം എന്താ? പൊതുരംഗത്തേക്ക് ഇറങ്ങിയില്ല എന്നതിന്റെ അർത്ഥം. കണ്ണിൽ കാണുന്ന മനുഷ്യന്മാരെ പ്രശ്നം പരിഹരിക്കാൻ സാമൂഹ്യ രംഗത്തേക്ക് ഞാൻ ഇറങ്ങിയിട്ടില്ല എന്ന അതിന്റെ അർത്ഥം. തോന്നിവാസത്തിൽ മുഴുകുന്ന ആൾക്കാരെ കൂടെ ഞാൻ മുഴുകിപ്പോയി എന്നതിന്റെ അർത്ഥം. യാ അയ്യുഹൽ മുദ്ദസ്സിർ, പുതപ്പിട്ട് മൂടിയവനെ, ഖും ഫഅൻദിർ, എഴുന്നേൽക്ക്, ജനങ്ങൾക്ക് താക്കീത് കൊടുക്ക്. അത് നമ്മൾക്കുള്ളതാ. വടിയുടെ പുതപ്പെട്ട്, കുടുംബത്തിന്റെ പുതപ്പെട്ട്, ഉത്തരവാദിത്തങ്ങളെ പുതപ്പെട്ട്, അലസന്മാരെ പുതപ്പെട്ട് മൂടി കുത്തർക്ക നമ്മളൊക്കെ. പൊതുരംഗത്തേക്ക് ജനങ്ങൾക്ക് താക്കീത് കൊടുക്ക്. വറബ്ബക ഫകബ്ബിർ, ജീവിതം കൊണ്ട് അല്ലാഹുവാണ് എനിക്ക് ഏറ്റവും വലുത് പ്രഖ്യാപിക്കുന്ന. അല്ലാഹനെ മാത്രം ഭയപ്പെട്ട് സ്വർഗ്ഗം ലക്ഷ്യമാക്കി, പടച്ചോനെ സ്വർഗ്ഗം ലക്ഷ്യമാക്കി മുന്നേറാൻ നമ്മളെ കൊണ്ട് പറ്റണം. പൊതുരംഗത്തേക്ക് ഇറങ്ങുക, ജീവിതം അടയാളം ബാക്കിയാക്കുക. ഒരു നായ ചത്തുപോണ പോലെ ലോകത്ത് നിന്ന് മരണപ്പെടാതിരിക്കാനുള്ള ആത്മാർത്ഥമായ കർമ്മങ്ങളുമായി മുന്നോട്ട് പോവുക. മക്കളോട് നന്മ കൊയ്തെടുക്കാൻ പറ്റുക. ജാരിയ സ്വതക്ക വർദ്ധിപ്പിക്കുക. നമ്മുടെ MSMന്റെ CREയുടെ ഫാമിലി മീറ്റ് വരുന്ന ഞായറാഴ്ച നടക്കുകയാണ്. MSM റമളാനിന്റെയും അതേപോലെ എക്സാമുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കോച്ചിങ് അതിലുണ്ടാകും. അത് എല്ലാ മക്കളും പങ്കെടുക്കാൻ, കുടുംബസമേതം പങ്കെടുക്കാൻ പരിശ്രമിക്കുക എന്ന് അറിയിച്ചിട്ടുണ്ട് റഹ്മാൻ റഹീമായ നാഥൻ. ഈ സംസാരവും ഇരുത്തവും എല്ലാം ഉപകാരപ്പെടുന്ന അമലാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. നമ്മളെ എല്ലാം അള്ളാഹു മുസ്ലിമായി മരിപ്പിക്കുകയും മുവഹിദീങ്ങളെ കൂടെ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ യഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا واجر والدينا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.